ഈവനിങ്ങും ഞങ്ങളുടെ ഇവിടെ നൈറ്റുമാണ്. ഈ ആഴ്ചയിൽ ഇത് അവസാന ദിവസമാണല്ലോ. നാളെ നമുക്ക് നമ്മുടെ ചാപ്പൽ സർവീസ് ഉണ്ടാകും. ഇന്ന് പകൽക്കാലം പാസ്റ്റർ ലാലു നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. എല്ലാ ദൈവമക്കളെയും ദൈവജനത്തെയും ഈ ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് എടുക്കുന്ന ദൈവദാസനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹം കഴിഞ്ഞ അനേക വർഷം നമ്മുടെ ഈ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ച ദൈവദാസനാണ്. ഷാജൻ പാറക്കടവിൽ, ഒരു നല്ല പ്രഭാഷകൻ, എഴുത്തുകാരൻ, മീഡിയ പ്രവർത്തകൻ എന്നീ നിലകളിൽ ക്രിസ്തുവിൽ ശ്രദ്ധയാർജിച്ച നല്ലൊരു ബൈബിൾ ടീച്ചർ എന്നീ നിലകളിൽ അദ്ദേഹം പ്രശസ്തനാണ്. ഇന്ന് പകൽക്കാലം അദ്ദേഹത്തെ ഈ ക്ലാസ് നയിക്കുവാൻ ദൈവനാമത്തിൽ ക്ഷണിക്കുന്നു. അദ്ദേഹം അതിനെക്കുറിച്ച് കൂടുതലായി പരിചയപ്പെടുത്തും. നമുക്ക് ഒരുമിച്ച് അദ്ദേഹത്തെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യാം. പാസ്റ്റർ ഷാജൻ പാറക്കടവ്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുന്നു. ഈ വ്യത്യസ്തമായ സമയങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് അങ്ങയെ സ്തുതിക്കുവാനും വചനം പഠിക്കുവാനും ഞങ്ങളെ അങ്ങ് സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള ചില നിമിഷങ്ങൾ ഞങ്ങളുടെ പാദപീഠത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ ചിന്തിക്കുന്ന പഠിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ ഒരു വലിയ എഴുത്തായി, ഒരു വലിയ ചിന്തയായി, അതിലുപരി വലിയ അറിവായി നാളുകളിൽ സുവിശേഷ പ്രേക്ഷിത വൃത്തിയിൽ സജീവ സാന്നിധ്യമായി ഞങ്ങൾക്ക് മാറാൻ അങ്ങ് ഈ പഠനത്തെ സഹായിക്കുമാറാകണമേ. ഈ ഡിവൈസിലൂടെ ഈ വ്യത്യസ്തമായ രാജ്യങ്ങളിലിരുന്ന് വചനം പഠിക്കുന്ന എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിക്കുമാറാകണമേ. ശുശ്രൂഷകൻ ലീഡ് ചെയ്യുന്ന ഞങ്ങളുടെ വിലപ്പെട്ട ദാസനെയും ശുശ്രൂഷകളെയും കുടുംബത്തെയും ഏൽപ്പിക്കുന്നു. ചില നിമിഷങ്ങൾ ഞങ്ങളുടെ സന്നിധിയിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിക്കണം. യേശുനാമത്തിന്റെ ആമേൻ. എല്ലാവർക്കും കേൾക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. കേൾക്കാമല്ലേ? ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഗാപ്പെ ബൈബിൾ കോളേജിന്റെ ഒരു പുതിയ അധ്യയന വർഷത്തിന്റെ ആ ആഴ്ചയുടെ അവസാന ക്ലാസ്സിലേക്ക് എത്തുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. കഴിഞ്ഞ കോവിഡ് സമയത്ത് ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ആരംഭിച്ച ഒരു ബൈബിൾ പഠന സ്ഥാപനം വ്യത്യസ്തമായ നിലയിലുള്ള ആളുകൾ ഈ ഡിവൈസിലൂടെ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ ഒന്നിച്ചുകൂടി അവർക്ക് വചനം പഠിച്ച് പൂർത്തീകരിക്കുകയും അവർക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ ലഭിക്കുകയും ചെയ്തു. എന്നാൽ അല്പം കൂടി വിശാലമായി തുടർന്ന് നമുക്ക് ഇങ്ങനെ അഗാപ്പെ മിനിസ്ട്രീസിന്റെ ചേർന്ന് അതിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ഇത് പുനരാരംഭിക്കുവാനും ക്ലാസ്സുകൾ നമുക്ക് പുനർജീവിപ്പിക്കുവാനും കഴിഞ്ഞതിൽ ഏറെ സന്തോഷവും ഏറെ അഭിമാനവുമാണ്. നമുക്ക് വ്യത്യസ്തമായ സമയ ക്രമീകരണങ്ങളിലാണ് നമ്മൾ ജീവിക്കുകയും പഠിക്കുകയും ഇപ്പോൾ ആയിരിക്കുന്നെങ്കിൽ പോലും നമ്മളെല്ലാം ഭരിക്കുന്ന ആത്മാവ് ഒന്നാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മള് എല്ലാവരും മലയാളികളാണല്ലോ. അതുകൊണ്ട് മലയാളത്തിലാണല്ലോ എല്ലാവരും ക്ലാസ് എടുത്തല്ലേ. അപ്പം ഇംഗ്ലീഷ് മാത്രം അറിയാവുന്ന ആളുകളും ഇതിലുണ്ട്, ഇംഗ്ലീഷ് വേണ്ട ആളുകളും ഉണ്ട് നമുക്കറിയാം. എങ്കിലും നിങ്ങൾ എല്ലാവരും പരിഗണിച്ച് അങ്ങനെ ബൈലിംഗിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചില ഇംഗ്ലീഷ് വാക്കുകളൊക്കെ ഒന്ന് പറയാൻ ശ്രമിക്കാം. എന്നാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കേരളത്തിന്റെ അടിസ്ഥാന ക്ഷേത്രകലകളിൽ ഒന്നാണ് കഥകളി എന്ന് പറയുന്നത്. കഥകളി എല്ലാവരും കണ്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് അല്ലേ? കഥകളി എത്ര പേര് കണ്ടിട്ടുണ്ട് നേരിട്ട് ചോദിച്ചാൽ നമ്മൾ വിശ്വാസികളായതുകൊണ്ടും ഇതൊരു ക്ഷേത്രകലയായതുകൊണ്ടും ക്ഷേത്രങ്ങളിലും അമ്പലക്കൂത്തുകളിലും ഒക്കെ നടത്തുന്ന അല്ലെങ്കിൽ കളിത്തട്ടുകളിൽ നടത്തുന്ന ഒരു ആചാരാനുഷ്ഠാന കലയായതുകൊണ്ടും അവിടെ കഥ കളിക്കുന്നത് പുരാണമായതുകൊണ്ടും ഐതിഹ്യമായതുകൊണ്ടും അത്തരത്തിലുള്ള പ്രമേയങ്ങളായതുകൊണ്ട് നമ്മൾ അതിന് വഴിപ്പെടാറില്ല എന്നുള്ളതാണ് വാസ്തവം. എങ്കിലും കഥകളെ കുറിച്ചൊക്കെ നമുക്ക് ഒരു ധാരണയുണ്ട്. ഞാൻ ആത്മീയത ടെലിവിഷൻ ചാനലിൽ ഒരു 10-14 വർഷം ചീഫായിട്ട് പ്രവർത്തിച്ച ഒരാളാണ്, പ്രോഗ്രാം ഹെഡായിട്ട്. ഞാൻ നമ്മുടെ ക്രിസ്തീയ പ്രമേയങ്ങളെ വെച്ച് ക്രൈസ്തവം എന്ന പേരിൽ ഓട്ടംതുള്ളൽ, കഥകളി, അതുപോലെ തന്നെ നമ്മുടെ മാർഗംകളി തുടങ്ങി കഥാപ്രസംഗം തുടങ്ങി വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ നമ്മുടെ ബൈബിൾ പ്രമേയങ്ങൾ വെച്ച് ചെയ്തിട്ടുണ്ട്. സാധാരണയായി കേരളത്തിൽ
കഥകളി ഉണ്ടെന്ന് മലയാളി തിരിച്ചറിയുന്നത്, കേരളത്തിലുള്ള ആളുകൾ തിരിച്ചറിയുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. രാത്രി കഥകളി ഉണ്ടെന്ന് തിരിച്ചറിയുന്നത് പകല് കേളികൊട്ട് എന്നൊരു പരിപാടിയുണ്ട്. കേളികൊട്ട് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും ഇന്ന് രാത്രിയിൽ ഇന്ന സ്ഥലത്ത് എന്തുണ്ട്, കഥകളിയുണ്ട് എന്ന് പറഞ്ഞാൽ കഥകളി കേളികൊട്ടല്ല, കേളികൊട്ട് കഥകളിയുമല്ല. കഥകളിക്ക് മുമ്പുള്ള ഒരു ആഹ്വാനമാണ്, ഉണർത്തലാണ്, ജനത്തെ ഒന്ന് ബോധിപ്പിക്കലാണ്. ഇന്നൊരു പ്രോഗ്രാം ഉണ്ട്, കഥകളി ഇന്നോടത്തുണ്ട് എന്ന അറിയിപ്പാണ്, പെരുമ്പറ മുഴക്കി അറിയിപ്പാണ് സാധാരണ ഈ കേളികൊട്ട എന്ന് പറയുന്നത്. ഇന്ന് കേളികൊട്ടയേ ഉള്ളൂ, കഥകളിയില്ല. നാളെ മുതൽ, അടുത്ത ആഴ്ച മുതൽ കഥകളി ശരിക്കും നമ്മൾ നടത്താൻ പോകുന്നത്. ഇന്ന് കേളികൊട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ പരസ്പരമൊക്കെ ഒന്ന് പരിചയപ്പെടുക, പഠിക്കുന്ന വിഷയത്തിന്റെ ഒരു ആമുഖം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇന്ന് കഥകളിയില്ല എന്നുള്ള കാര്യം നിങ്ങളെ വളരെ വിനയ പുരസ്സരം അറിയിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഒന്ന് രണ്ട് വാക്കിൽ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. കഴിഞ്ഞ ചില വർഷങ്ങളായി സുവിശേഷ പ്രേക്ഷിത വൃത്തിയില് ഒരു അധ്യാപന വൃത്തിയിൽ ഞാൻ ആയിരിക്കുന്നു. സഭാചാർജ് ഇല്ലാത്ത ഉപദേശിയാണ്. അതുകൊണ്ട് പാസ്റ്റർ എന്ന് വിളിച്ചാലും എനിക്ക് പ്രശ്നമില്ല, സുവിശേഷകൻ എന്ന് വിളിക്കുന്നതായിരിക്കും ഉചിതം. അതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം ഇല്ലാത്ത പോസ്റ്റ് വെറുതെ ചുമക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ സുവിശേഷകരാണ്, സുവിശേഷം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്ന അതാണ്. ഇതുകൊണ്ട് ഞാനൊരു സുവിശേഷകനായി അറിയാൻ ആഗ്രഹിക്കുന്നത്, പിന്നെ പേര് വിളിക്കുകയായിരിക്കും ഉചിതം എന്നാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത്. ഇതൊരു എളിമയോ അല്ലെങ്കിൽ ഒരു താഴ്മ കൊണ്ട് പറയുന്ന കാര്യമല്ല, അതല്ല നല്ല കാര്യം. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പം കഴിഞ്ഞ ചില വർഷങ്ങളായി കേരളത്തിൽ ഒരു 3 വർഷം ബൈബിൾ സ്കൂളിൽ പഠിക്കുകയും അതിനുശേഷം 91 to 94 ഞാൻ ഡൽഹിയിലെ ഹരിയാനയിലെ ഗ്രേസ് ബൈബിൾ കോളേജിൽ അവിടെ എൻ്റെ വൈദിക വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു. അതിനുശേഷം നോർത്ത് ഇന്ത്യയിലെ ദീർഘവർഷങ്ങൾ ടീം പ്രവർത്തനമൊക്കെ ആയിട്ടായിരുന്നു. അവിടെ വെച്ചുണ്ടായ ഒരു ഹൈഡ്രോസിക് പ്രോബ്ലം, എനിക്കൊരു ശാരീരിക അസ്വസ്ഥയുണ്ടായി. ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ട അവസ്ഥയുണ്ടായി. അങ്ങനെ നാട്ടിലേക്ക് ഞാൻ തിരിച്ചു വന്നു. അങ്ങനെ ഇപ്പോൾ കേരളത്തിൽ ചില വർഷങ്ങളായി ഞാൻ ആയിരിക്കുന്നു. ഒരു 12-13 വർഷം കേരളത്തില് 10-13 ഹൈസ്കൂളിൽ മാറി മാറി എല്ലാ വർഷവും പഠിപ്പിക്കുകയായിരുന്നു കുറേ വർഷങ്ങൾ. അതിനുശേഷം പിന്നെ ഓൺലൈനായി. പിന്നീട് ആത്മീയാത്ര ടെലിവിഷൻ എന്ന് പറയുന്ന, ഒരു പക്ഷേ നിങ്ങൾക്ക് കേട്ട് കാണും, ബിഷപ്പ് പി യോനാന്റെ ആത്മീയാത്ര ടെലിവിഷൻ ചാനലിലെ സീനിയർ പ്രോഗ്രാം പ്രൊഡ്യൂസറായി, അതുപോലെ പവർ വിഷൻ ടിവിയിലെ സീനിയർ പ്രോഗ്രാം പ്രൊഡ്യൂസറായി അല്ലെങ്കിൽ ഡയറക്ടറായി, ആത്മീയാത്രയുടെ പ്രോഗ്രാം ഹെഡായിട്ടൊക്കെ വർക്ക് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഞാൻ കോട്ടയത്ത് IPC തിയോളജിക്കൽ സെമിനാരിയിലെ മീഡിയയുടെ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ദൈവം തന്ന കഴിവുകൾ, ഇങ്ങനെ പാട്ട് എഴുതുക, ട്യൂൺ ചെയ്യുക, ഒരു ടീം ഞങ്ങൾക്കുണ്ട്. പിന്നെ ഇങ്ങനെ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ചെയ്യുന്നു. 10-13 വയസ്സ് മുതൽ എഴുതാൻ തുടങ്ങിയതാണ്. അതുകൊണ്ട് എൻ്റെ ഭാഷയും എൻ്റെ ഇതൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് എത്രത്തോളം എന്നെ ഫോളോ ചെയ്യാൻ അറിയും എനിക്കറിയില്ല, എങ്കിലും ലളിതമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. എൻ്റെ എഴുത്തുകൾ നമ്മുടെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ ഞാൻ കഴിഞ്ഞ 2-2.5 വർഷമായിട്ട് തുടർമാനമായി എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും സചേതന ചിന്ത എന്ന് പറഞ്ഞൊരു പേരിൽ ഒരു പോസിറ്റീവ് തോട്ട്, അതിങ്ങനെ ഒരു മലയാളത്തിലുള്ള തോട്ടാണ്. ഏകദേശം ഇന്ന് 1023 ഞാൻ എഴുതി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ തോട്ട് എഴുതിയെന്ന് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് എനിക്ക് ലഭിക്കുകയുണ്ടായി. പിന്നെ എലൈറ്റ് ബുക്ക് ഓഫ് റെക്കോർഡ്. ഇനി നമ്മൾ അടുത്ത ഏഷ്യൻ അല്ലെങ്കിൽ വേൾഡ് എന്നുള്ള അതിലേക്കുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ഒരു പോസിറ്റീവ് തിങ്കിങ് ആണ്. അതുകൊണ്ട് നിങ്ങൾ അതെൻ്റെ ഫേസ്ബുക്കിൽ പേജിലോ ഇൻസ്റ്റാഗ്രാമിലോ തപ്പിയാൽ അത് കാണും. നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാവുന്നതാണ്. അതിലുപരി ഞാൻ നിങ്ങളുടെ വീട്ടിലെല്ലാം നിങ്ങളുടെ സഭയിലും വീട്ടിലൊക്കെ ലോകത്തിന്റെ എല്ലാ ഇടങ്ങളിലും ഞാൻ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം സന്തോഷത്തോടു കൂടി പറയാം. കാരണം നിങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ ഒരാൾ എപ്പോഴെങ്കിലുമൊക്കെ പാടിയിട്ടുള്ളൊരു പാട്ട് എൻ്റെയാണ്. നീങ്ങിപ്പോയൻ ഭാരങ്ങൾ, മാറിപ്പോയൻ ശാപങ്ങൾ, സൗഖ്യമായ രോഗങ്ങൾ, യേശുവിൻ നാമത്തിൽ നിന്നുള്ള പാട്ട് 2006 നവംബർ മാസം വൈകിട്ട് ഞാൻ എഴുതിയൊരു ഗാനമാണ്. അപ്പം ആ പാട്ട് അതൊരു വലിയ എല്ലാവരും പാടി ആശ്വസിക്കുന്ന ഒരു പാട്ടായിട്ട് മാറിയിട്ടുണ്ട്. അതിങ്ങനെ ലോകത്തിന്റെ എല്ലാ ഇടങ്ങളിലും മാറി. ആഫ്രിക്കയിൽ ഒരു ബാൻഡ്, ഒരു ലേഡീസ് ബാൻഡ് ആ പാട്ട് വായിക്കുന്നത് ഞാൻ കാണുകയുണ്ടായി. ദൈവത്തിന്റെ കൃപ ദൈവം നടത്തുന്നു. അങ്ങനെ ആത്മീയാത്ര ടെലിവിഷന് വേണ്ടി ധാരാളം ഗാനങ്ങൾ എഴുതി. ഏറ്റവും റീസെന്റ് ഇന്ന് ഞങ്ങൾക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ലാലിച്ച ലീഡ് ചെയ്യുന്ന ഗിൽഗാൽ, സോറി അങ്ങനെയാ വായു വരുന്നത്, അഗാപ്പെ ഒന്ന് പരിചയിച്ചു പറയണം. അഗാപ്പയിലെ കോളേജിന്റെ വൈസ് പ്രസിഡന്റായി. Patient came, one in 18, Al Hanouf, and another
ഞങ്ങൾ കേട്ട് ഇനി നമുക്ക് ഓഫ് ചെയ്യാവേ. ഓക്കെ. അപ്പം അതൊന്ന് എല്ലാവരും ഓഫ് ചെയ്യാൻ നന്നായിരിക്കും കേട്ടോ. അപ്പം അദ്ദേഹം എഴുതിയ ഒരു പാട്ട് ഞങ്ങൾ ഇന്ന് അത് റെക്കോർഡ് ചെയ്ത് ഇന്നത് ഷൂട്ട് ചെയ്ത് ഈ ഓഗസ്റ്റ് 15 നമ്മളത് റിലീസ് ചെയ്യും. കർത്താവിന്റെ ദാസൻ ഷാജി പാസ്റ്റർ ധാരാളം പാട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ ചില പാട്ടുകളൊക്കെ എഴുതാനുള്ള കൃപ തന്നു. ഇങ്ങനെ നമ്മൾ കർത്താവിന്റെ വേലയിൽ ഇങ്ങനെ പോകുന്നു. ദൈവം തരുന്ന താരന്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കൃപ അത് മാത്രമേ ഉള്ളൂ. എൻ്റെ വൈഫ് സോണിയ, 2 കുഞ്ഞുങ്ങൾ. സോണിയ ഒരു പാട്ട് പാടുന്ന ഒരാളാണ്. നിങ്ങൾ ഒരുപക്ഷെ പാടിയിട്ടുള്ള പാട്ടാണ് ലോകത്തിന് സ്നേഹം മാറുമേ എന്നുള്ള പാട്ട്. എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണത്. ആ പാട്ട് ആദ്യമായി ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ് ബ്ലസൻ, UK ബ്ലസൻ ചെറിയ എന്ന് പറയുന്ന കർത്താവിന്റെ ദാസനാണ് എഴുതി ട്യൂൺ ചെയ്തത്. അത് ഏറ്റവും ആദ്യമായി പാടാൻ ഇടയായത് എൻ്റെ വൈഫാണ്, സോണിയാണ് പാടിയത്. പിന്നെ ധാരാളം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. യൂട്യൂബിൽ നോക്കിയാൽ ആ പാട്ടുകളൊക്കെ കാണാം. സോണിയ ഷാജത്ത്. എൻ്റെ 2 കുഞ്ഞുങ്ങൾ, മൂത്ത ആള് MCA കഴിഞ്ഞു, ഇപ്പോൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്നു. രണ്ടാമത്തെ ആള് BSc നേഴ്സിംഗിന് 3rd ഇയർ ആയി പഠിക്കുന്നു. ഇതാണ് എൻ്റെ ബയോളജിക്കൽ ഡേറ്റ, അല്ലെങ്കിൽ എന്നെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം. ഇനി നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. എല്ലാവരും ഹല്ലേലൂയ പറയാൻ, ഇത് ഓണാക്കി പറയാൻ പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഓണാക്കും. ഭയങ്കര ശബ്ദമായിരിക്കും. അതുകൊണ്ട് എല്ലാവരും കൈ വീശി ഒന്ന് സ്തോത്രം പറയാമോ? പറഞ്ഞേ, സന്തോഷമുള്ളവര്. ഓക്കെ. നിങ്ങൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഹാപ്പി ആണോ ഈ ഒരാഴ്ചത്തെ ഈ നമ്മുടെ ഈ പ്രോഗ്രാമിൽ, ഈ ക്ലാസ്സിൽ ഹാപ്പി ആണോ? ആണോ? ഹാപ്പിയാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചിരിച്ചോണ്ടൊന്ന് ഹായ് പറഞ്ഞേ. ഇത് നമ്മളൊരു ഫാമിലിയാണ് കേട്ടോ. ഇനി ആരും അന്യരല്ല, നമ്മളൊരു ഫാമിലിയാണ്. അപ്പൊ നമ്മൾ അങ്ങനെയാണ് കരുതുന്നത്, നമ്മളൊരു ഫാമിലിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നാളെ ഷെയർ ചെയ്യാനുള്ള അവസരം ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മളൊരു ഫാമിലി. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കാര്യം നമുക്ക് പറയാം, നമുക്ക് പ്രാർത്ഥന വിഷയങ്ങളൊക്കെ പറയാം. ഇത്രയും പേരില്ലേ, നമുക്ക് കൂടുതൽ പ്രാർത്ഥിക്കാനൊക്കെ ഉള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇനി ശ്രദ്ധിക്കുക, ഇത് നമുക്ക് ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ, ഈ സെമസ്റ്ററിൽ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം പൊളൈൻ തിയോളജി അഥവാ പൗലൂസിന്റെ ദൈവശാസ്ത്രം എന്നുള്ളതാണ്. പൊളൈൻ തിയോളജി അഥവാ പൗലൂസിന്റെ ദൈവശാസ്ത്രം, ദൈവിക ചിന്തകൾ. എന്തുകൊണ്ട് പൗലൂസിന്റെ ദൈവശാസ്ത്രം? നമുക്കറിയാം, പൊളൈൻ എപ്പിസ്റ്റൽസ് ഉണ്ട്, പൗലൂസ് എഴുതിയ ലേഖനങ്ങളുണ്ട്. ഈ ലേഖനങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രതിപാദ്യ വിഷയങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് അതിനെ പൗലൂസ് മുമ്പോട്ട് വെക്കുന്ന ആശയങ്ങൾ, ഭൗതിക ചിന്തകൾ, താൻ വേദപുസ്തക പ്രേക്ഷിത വൃത്തിയിൽ അന്നത്തെ സാംസ്കാരിക, മതപരമായ, അതുപോലെ സാമൂഹ്യപരമായിട്ടുള്ള, ആചാരപരമായിട്ടുള്ള, ഭരണപരമായിട്ടുള്ള, പാരമ്പര്യപരമായിട്ടുള്ള ഒരുപാട് സിദ്ധാന്തങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് വേദപുസ്തകം ക്രിസ്തു കേന്ദ്രീകൃതമാണെന്നും, അല്ലെങ്കിൽ താൻ പറയുന്ന സന്ദേശങ്ങൾക്ക് ഒരു ക്രൈസ്തവ മൂല്യമുണ്ടെന്ന് സ്ഥാപിക്കാൻ താൻ ശ്രമിച്ചിട്ടുള്ളത് കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു ചിന്താധാരയാണ് വാസ്തവത്തിൽ പൗലൂസിന്റെ ദൈവശാസ്ത്രം എന്ന് പറയുന്നത്. ഈ പൗലൂസ് എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ഒന്നുകൂടി ഒന്ന് പരിചയപ്പെടുത്തി പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയൂ, അത് കേട്ട് മടുത്ത് എന്ന് പറഞ്ഞാൽ, ഈ പണ്ടൊരു ഒരു സൺഡേ സ്കൂൾ ടീച്ചറോട് നമ്മുടെ ഒരു കുട്ടി ചോദിച്ചു, ടീച്ചർക്ക് അറിയാമോ എല്ലാ ദിവസവും യോഗത്തിന് വരുന്ന ആരാണ്? ടീച്ചർ പറഞ്ഞു, എല്ലാ ദിവസവും യോഗത്തിന് വരുന്ന പാസ്റ്ററുടെ ഭാര്യയും, അല്ലാതെ ആരാ? മക്കളും കുടുംബം. ഈ കൊച്ചു പറഞ്ഞില്ല, അല്ലല്ല. അങ്ങനെയാണ് സെക്രട്ടറി, പുള്ളി ഇതിനു വേണ്ടി തന്നെയാണ് സെക്രട്ടറി ആയത്. കൊച്ചു പറഞ്ഞ അല്ലല്ല. പിന്നെ ആരാ? ട്രഷറർ ആയിരിക്കും അല്ലേ? അത് അല്ല, ട്രഷറർ അല്ല. പിന്നെ കമ്മിറ്റിക്കാരൻ അല്ല. അന്നാ നമ്മൾ കൃത്യമായിട്ട് മാട്ടയിലെ മത്തായിച്ചനും വൈഫും അമ്മച്ചിയാണ് സ്ഥിരം. അവർക്ക് വേറെ ജോലിയൊന്നുമില്ല, പിള്ളേരെല്ലാം വെളിയിലാണ്. അവർക്ക് ആകെ ഉള്ളത് പ്രായമൊക്കെ ആയി, എല്ലാ ദിവസവും യോഗത്തിന് പോകുന്നല്ലാതെ വേറെ ഒരു പരിപാടിയില്ല, അവരായിരിക്കും. അവസാനം കൊച്ചി പറഞ്ഞു, ടീച്ചർ ഇവരാരുമല്ല. ടീച്ചർ തോറ്റെന്ന് സമ്മതിക്കാൻ ഞാൻ ഉത്തരം പറയാൻ. ഓ ശരി, നീ പറ, തോറ്റുപോയി. കൊച്ചു പറഞ്ഞു, എല്ലാ ആഴ്ചയിലും നമ്മുടെ സഭയിൽ കൃത്യമായിട്ട് വരുന്ന ആളുകൾ, ഒന്ന് ദാവീദ്, ഒന്ന് ഗോലിയാത്ത്. വെള്ളിയാഴ്ച ആണെങ്കിൽ കൃത്യമായിട്ട് ഹാഗാർ വന്നിരിക്കും അല്ലേ? ഹന്നയില്ലാത്തൊരു പരിപാടിയില്ല, ഗോലിയാത്തുവിനില്ലാത്തൊരു പരിപാടിയില്ല. ദാവീദും ഗോലിയാത്തുമായിട്ടും ഞങ്ങളുടെ മാസ്റ്റർ വന്ന ആഴ്ച തുടങ്ങി അപ്പൊ കൊല്ലു ഞങ്ങളെല്ലാം കാത്തിരിക്കുക, ഈ ആഴ്ച ചത്തുപോകും, ഈ ആഴ്ച ശവടക്കം നടക്കുമെന്നുള്ള ചിന്ത എന്നിട്ട് ഇതായിട്ട് കൊന്നിട്ടില്ല. ചുരുക്കം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ഡെയിലി എല്ലാ ആഴ്ചകളും നമ്മുടെ യോഗത്തിന് വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് പൗലൂസിനെ അറിയാം. അതുകൊണ്ട് ഒന്നുകൂടി ഞാൻ പൗലൂസിനെ ഒന്ന് വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ആ സമയം കൂടി നമുക്ക് ഈ ദൈവശാസ്ത്ര ചിന്തയുടെ ആമുഖത്തിന്റെ മറ്റ് വശങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു.
ഹാപ്പിയാണോ? കാരണം നിങ്ങൾക്ക് പൗലോസിനെ കുറിച്ച് അറിയാം. അത് ഒന്നുകൂടി പറയുമ്പോൾ ഒരു അരോചകമാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പിന്നീട് നമ്മൾ വഴിയെ പല കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പൗലൂസ് എന്ന് പറയുന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ചും തന്റെ ചിന്താധാരകളെയും താൻ മുമ്പോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങളെയും തത്വങ്ങളെയും തത്വചിന്തകളെയും അതുപോലെ ഭൗതികമായ ചിന്തകളെയൊക്കെയാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. അപ്പം പൗലോസ് മുമ്പോട്ട് വെക്കുന്ന താത്വികപരമായിട്ടുള്ള ആശയപരമായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള ചിന്തകളെ നാം കൃത്യമായി വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണെന്ന് വിശകലനം ചെയ്യാണ് പൗലോസിന്റെ ദൈവശാസ്ത്ര ചിന്തകൾ എന്ന ഈ പഠന പരമ്പരയിലൂടെ. ശ്രദ്ധിക്കുക. ഇനി എന്തുകൊണ്ട് നമ്മൾ പൗലോസിന്റെ ഈ ലേഖനങ്ങളെ പഠിക്കണം? ഞാൻ ഒന്നുകൂടി ഇറങ്ങി പറഞ്ഞിട്ട് ഞാൻ ഭാഗത്തേക്ക് വരാം. ഈ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ഈ വർത്തമാനകാലം, ഈ ഭാരതത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ എല്ലായിടങ്ങളിലും പ്രത്യേകിച്ച് ഭാരതത്തിന്റെ ഒരു പരിതസ്ഥിതി എന്ന് പറയുന്നത് ഈവൻ നമ്മുടെ കേരളത്തിൽ പോലും സമ്പൂർണ്ണ സാക്ഷരതയുള്ള കേരളത്തിൽ പോലും മതേതരത്വം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഭരണഘടനയുടെ എല്ലാ അവകാശങ്ങളും ആവോളം ആസ്വദിക്കുവാനുള്ള ഒരു പൗരൻ എന്ന നിലയിൽ അവകാശം നമുക്ക് സിദ്ധിച്ചിരിക്കെ, നമുക്കുണ്ടായിരിക്കെ അത് അനുവദിക്കപ്പെടാതിരിക്കുന്ന ഒരു വിധ്വംസക ശക്തി ശക്തമായി ഭാരതത്തിൽ നിലകൊള്ളുകയും മതശക്തി നിലകൊള്ളുകയും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ കർമ്മങ്ങളുടെ സദ്ഗുണങ്ങളെ തിരിച്ചറിയാതെ അവൻ മതപരിവർത്തനം എന്ന പേരിൽ നമ്മളെ ക്രൂശിക്കുകയും ചെയ്യുന്ന ഈ വർത്തമാന കാലത്തിൽ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം, ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തിൽ നിൽക്കണമെങ്കിൽ, ഈ കാലഘട്ടത്തിൽ ബൈബിൾ ഉറക്കെ പറയണമെങ്കിൽ നമ്മളിൽ ശരിക്കും രൂഢമൂലമാകേണ്ടത്, ഒന്നുകൂടി പറഞ്ഞാൽ നമ്മൾ ആഴത്തിൽ പതിയേണ്ടത് എന്താണെന്നറിയാമോ? ലേഖനങ്ങളിലെ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന്റെ മൂലാധാരങ്ങളാണ്. ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ നമ്മൾ എന്ത് വിശ്വസിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. എങ്ങനെ? അതിന്റെ വിശകലനം കൃത്യമായി അടയാളപ്പെടുത്തുന്നത് കേവലം ചിന്തകൾ മാത്രം പറയുകയല്ല, അതിനപ്പുറമായി ചിന്തയോടൊപ്പം തന്നെ അതിന്റെ പ്രായോഗിക തത്വം കൂടി വശം കൂടി പറഞ്ഞ് പഠിപ്പിക്കുന്ന ലേഖനങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ നന്നായി സഭയിൽ പഠിപ്പിക്കണം, സഭകൾ പഠിക്കണം, വ്യക്തികൾ പഠിക്കണം എന്നുള്ളതാണ് എൻ്റെ അദമ്യമായ അല്ലെങ്കിൽ ലളിതമായിട്ടുള്ള വളരെ വിനയത്തോടുള്ള അപേക്ഷ. കാരണം പഴയ നിയമത്തിൽ വീരശൂര പരാക്രമങ്ങളുടെ ഒരുപാട് വിജയങ്ങളുടെ യുദ്ധങ്ങളുടെ ഒക്കെ നമ്മൾ ചരിത്രം നമുക്കറിയാം. പക്ഷേ അതിനപ്പുറമായി നമ്മൾ എന്ത് വിശ്വസിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി നമുക്ക് പറയണമെങ്കിൽ, അറിയണമെങ്കിൽ, വിശ്വാസത്തിൽ ഉറയ്ക്കണമെങ്കിൽ ലേഖനങ്ങളിലെ പ്രതിപാദ്യ വിഷയങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഒന്നുകൂടി ഞാൻ പറയാം, നമ്മൾ എന്ത് വിശ്വസിക്കുന്നുവോ അതിനൊരു പ്രായോഗിക വശമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തം. ഒരു പ്രായോഗികത ഇല്ല എങ്കിൽ ആ തത്വങ്ങൾക്ക് മൂല്യമില്ല. ഒന്നുകൂടി ഞാൻ പറയാം, ഒരു തത്വത്തിന്, ഒരു വിശ്വാസത്തിന്, ഒരു യഥാർത്ഥ വിശ്വാസ പ്രമാണത്തിന് പ്രായോഗികത ഇല്ല എങ്കിൽ ആ വിശ്വാസം ചത്തതാണ്, അതിന് യാതൊരു മൂല്യവുമില്ലാത്തതാണ്. ഇനി എന്താ വിശ്വാസം എന്ന് പറഞ്ഞാൽ? നിങ്ങളെല്ലാവരും പറയും വിശ്വാസം എന്ന് പറഞ്ഞാൽ ആശിക്കുന്നതിന് ഉറപ്പും. അതെനിക്കറിയാം, നിങ്ങളത് പറയൂ, നിങ്ങളതേ പറയൂ. എന്താ വിശ്വാസം എന്ന് പറഞ്ഞാൽ? ഇപ്പൊ ഞാനിരിക്കുന്ന ചെറിയൊരു ഫാൻ മുകളിൽ കറങ്ങുന്നുണ്ട്. ഈ ഫാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ചെറിയ കാറ്റുണ്ട്. എന്റെ തൊട്ട് താഴെ ഒരു ഫാൻ വെച്ചിട്ടുണ്ട്. അത് പ്രവർത്തിച്ച ഭയങ്കര ശബ്ദമായതുകൊണ്ട് ഞാൻ ലളിതമായ നിലയിൽ എനിക്ക് മാത്രം ചൂടുണ്ടെങ്കിലും ഇങ്ങനെ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി ഈ കാറ്റ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആ ഫാൻ. ഈ കാറ്റിന് രൂപമുണ്ടോ? ഉണ്ടോ? ഇല്ല. കാറ്റിന് രൂപമില്ല. അരൂപിയായ ഈ കാറ്റ് എന്നെ തണുപ്പിക്കുന്നു എന്ന് എനിക്ക് എങ്ങനെയാ ബോധ്യമാകുന്നത്? എന്റെ ശരീരത്തിൽ അത് തട്ടുമ്പോൾ. എങ്ങനെയാ? ഒന്നുകൂടി പറഞ്ഞാൽ എന്റെ ഇന്ദ്രിയങ്ങൾക്ക്, പഞ്ചേന്ദ്രിയങ്ങൾക്ക് എനിക്കത് ആസ്വദിക്കാൻ കഴിയണം, എനിക്കത് ടേസ്റ്റ് ചെയ്യാൻ കഴിയണം. എൻ്റെ ശരീരത്തിൽ വന്ന് പതിക്കുന്ന ആ കാറ്റ് കൃത്യമായി എനിക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പുണ്ട്, ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് ബോധ്യമാകുന്ന യാഥാർത്ഥ്യമാണ് വാസ്തവത്തിൽ എനിക്ക് കാറ്റുണ്ടെന്ന് എന്നെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. ഇനി ശ്രദ്ധിച്ചു, എന്താ വിശ്വാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ് കൃത്യമാ ആ വാക്ക് തന്നെ പറയണം. പക്ഷെ നമ്മൾ ഒന്നുകൂടി ഇറങ്ങി പറയണം, എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക്, എൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് ബോധ്യമാകുന്ന ഒരു യാഥാർത്ഥ്യം എന്താണോ അതിൻ്റെ പേരാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ. ഞാൻ എന്ത് വിശ്വസിക്കുന്നു എന്നത് എനിക്ക് കാണണം, എനിക്ക് അനുഭവിക്കണം, എനിക്ക് മണക്കണം,
എനിക്ക് കേൾക്കണം, എനിക്ക് ആസ്വദിക്കണം. ചുരുക്കം പറഞ്ഞാൽ എൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് വാസ്തവത്തിൽ അറിയാൻ കഴിയുന്ന യാഥാർത്ഥ്യമാകണം വാസ്തവത്തിൽ എന്ത് വിശ്വാസം എന്ന് പറയുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന വിശ്വാസ പ്രമാണങ്ങൾക്ക് ഒരു പ്രായോഗികത ഉണ്ടാവണം. ആ പ്രായോഗികതയാണ് വാസ്തവത്തിൽ നമ്മൾ പഠിക്കുന്നത്. എന്തുകൊണ്ട് പൗലൂസിന്റെ ലേഖനങ്ങൾ നമ്മൾ പഠിക്കുന്നു? ദൈവശാസ്ത്ര ചിന്ത എന്ന പേരിൽ. ഒന്ന്, പൗലൂസ് എന്ന വ്യക്തി അതുല്യനായ ഒരു മിഷണറി ആയിരുന്നു. ഒന്നാമത്തെ ചിന്ത, എന്തുകൊണ്ട് പൗലൂസിനെ പഠിക്കണം, അല്ലെങ്കിൽ പൗലൂസിന്റെ ആശയങ്ങൾ പഠിക്കണം, പൗലൂസിന്റെ ചിന്തകൾ എന്തുകൊണ്ട് പഠിക്കണം, പൗലൂസിന്റെ ലേഖനങ്ങളിലൂടെ പ്രതിപാദ്യ വിഷയങ്ങൾ എന്തുകൊണ്ട് പഠിക്കണം, പൗലൂസ് മുമ്പോട്ട് വെക്കുന്ന ദൈവം എന്താണ്, ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള പൗലൂസിന്റെ അഭിപ്രായമല്ല ബോധ്യപ്പെടുത്തൽ എന്താണ്, പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് എന്താണ്, ആത്മാവ് സംബന്ധിച്ച് എന്താണ്, മനുഷ്യൻ സംബന്ധിച്ച് എന്താണ്, അല്ലെങ്കിൽ രക്ഷ സംബന്ധിച്ച് എന്താണ്, ഇങ്ങനെ വൈവിധ്യമാർന്ന വിഷയത്തെ സംബന്ധിച്ച് പൗലൂസ് നൽകുന്ന ചിന്താധാരകളുടെ ഒരു ക്രോഡീകരണമാണ് തന്റെ തത്വചിന്ത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് നമ്മൾ പൗലൂസിനെ പഠിക്കണം എന്ന് പറഞ്ഞാൽ, ഒന്ന്, പൗലൂസ് അതുല്യനായ മിഷണറി. ഞാൻ ഈ സന്ധിക്ക് ഇങ്ങനെ ഇരുന്നപ്പം എൻ്റെ ഒരു മിഷണറി ആയിട്ട് ഏറ്റവും കൂടുതൽ കാൽനടയായി സഞ്ചരിക്കുകയും അല്ലെങ്കിൽ മറ്റ് മാർഗങ്ങൾ വഴി സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് പൗലൂസ് എന്ന് പറയുക. എന്താ മിഷണറി എന്ന് പറഞ്ഞാൽ? ഒരു ദൗത്യത്തിന് വേണ്ടി മാത്രം നിയോഗിക്കപ്പെടുകയും നിയോഗിക്കപ്പെടുന്ന ദൗത്യം കൃത്യമായി പ്രഘോഷിക്കപ്പെടുകയും പ്രചരിപ്പിക്കുവാൻ വേണ്ടി തീരുമാനമെടുത്ത് അതിനുവേണ്ടി മാത്രം ജീവിക്കുന്ന വ്യക്തിവിശേഷങ്ങളെയാണ് വാസ്തവത്തിൽ മിഷണറികൾ എന്ന് പറയുക. ഒരു മിഷൻ, ഒരു ദൗത്യത്തിനു വേണ്ടി ദൗത്യവാഹകൻ എന്ന് പറയുക. ഒന്നുകൂടി പറയാം, ഒരു കൃത്യമായ ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടി ഒരു ദൗത്യത്തിനു വേണ്ടി സമർപ്പിതമായ വ്യക്തി. ആ വ്യക്തി തൻ്റെ വൈകാരികമായി, തൻ്റെ ഭൗതികമായി, ശാരീരികമായി, മാനസികമായി തൻ്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലയും അതിനുവേണ്ടി മാത്രം സമർപ്പിക്കപ്പെടുകയും നിയോഗിക്കപ്പെടുന്ന എല്ലാ മേഖലയിലും താൻ എന്ന സാധ്യതയെ ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യുന്ന വ്യക്തിയാണ് വാസ്തവത്തിൽ മിഷണറി എന്ന് പറയുക. മനസ്സിലായോ? യേശു എത്ര മൈൽ സഞ്ചരിച്ചിട്ടുണ്ട് അറിയാമോ? എത്ര മൈൽ യേശു സഞ്ചരിച്ചിട്ടുണ്ട്? എത്ര മൈൽ സഞ്ചരിച്ചെന്ന് അറിയാമോ? എനിക്കൊരു കൗതുകം തോന്നിയിട്ട് വെറുതെ ഞാൻ ഈ ഗൂഗിളിൽ അടിച്ചു നോക്കി. അത് തെറ്റോ ശരിയോ, എനിക്കൊരു തൃപ്തിക്ക് വേണ്ടിയാണ്. അപ്പം ഈ 3.5 വർഷത്തെ മിഷണറി യാത്രയിൽ, അല്ലെങ്കിൽ ഒരു 3.5 വർഷം തന്നെ, ഇത് നിങ്ങൾ ഷാൻ സാർ പറഞ്ഞോട്ടെ എത്ര സഞ്ചരിച്ചോന്ന് ചിന്തിക്കരുത്. ഞാൻ ഒരു ഏകദേശ കണക്കാണ്, ഒരു താർക്കിക വിഷയമാണ്. പക്ഷെ ഗൂഗിള് പറയുന്ന ഒരു കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞത് ഒരു മൈൽ എത്രയെന്നറിയാമോ? യേശു ശുശ്രൂഷയായിട്ട് നടന്ന ഒരു മൈൽ 5220 കിലോമീറ്റർ എന്നാ. തെറ്റോ ശരിയോ? ജീവിതം മുഴുവൻ താൻ നടന്നിരിക്കുന്നത് 31,000 അല്ലെങ്കിൽ തന്റെ അതിനു മുമ്പുള്ള യാത്രയിൽ താൻ സഞ്ചരിച്ചത് 3125 എന്നാ ഗൂഗിൾ പറയും. ശരിയോ തെറ്റോ? ഓക്കെ, ഞാൻ എൻ്റെ സമാധാനത്തിന് വേണ്ടി ക്രിസ്തു ഒത്തിരി നടന്നിട്ടുണ്ടല്ലോ, എത്തുമാത്രം നടന്ന് കാണും എന്നൊരു അറിവിന് വേണ്ടി വെറുതെ ഞാൻ അന്വേഷിച്ചതാണ്. ശ്രദ്ധിച്ചേ, അങ്ങനെയാണെങ്കിൽ പൗലൂസിനെ സംബന്ധിച്ച് ലഭിക്കുന്ന ഒരു വിവരം 31,642 കിലോമീറ്റർ സഞ്ചരിച്ച ഒരു വ്യക്തി എന്നാണ് പറയുക. അതിന് എൻ്റെ വാക്കല്ല, ഒരു കണക്ക് ഞാൻ വെറുതെ ഒന്നും അന്വേഷിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരു ദൗത്യവുമായി, ഇതിന്റെ വിശാലത പറയാൻ വേണ്ടി ഒരു ദൗത്യവുമായി ലോകം മുഴുവൻ സഞ്ചരിക്കാൻ തയ്യാറായ ഒരു വ്യക്തിവിശേഷം, അതുല്യനായ മിഷണറി. ഒന്ന്. രണ്ട്, താൻ ക്രിസ്തു മാർഗശില്പിയായിരുന്നു എന്ന് പറഞ്ഞാൽ പാലസ്തീനിൽ മാത്രം ഒതുങ്ങുന്ന അവസ്ഥയിൽ അറിയപ്പെട്ടിരുന്ന സുവിശേഷം, ക്രിസ്തുമതം ഒരു യൂണിവേഴ്സൽ റിലീജിയനായിട്ട്, അല്ലെങ്കിൽ ഒരു സാർവത്രിക മതമായി ലോകം മുഴുവൻ സഞ്ചരിച്ച് പ്രചരിപ്പിക്കാനുള്ള പ്രാരംഭകനായിരുന്നു ആര്? പൗലൂസ്. മൂന്നാമത്തത്, ഒരു പ്രേക്ഷിത ശൈലിക്ക് രൂപം കൊടുക്കാൻ ഇടയായിത്തീർന്നത് പൗലൂസിന്റെ യാത്രയിലൂടെയും പൗലൂസ് എന്ന വ്യക്തിയാണ്. സുവിശേഷ പ്രേക്ഷിത വൃത്തിക്ക് കൃത്യമായിരിക്കുന്ന ഒരു അളവുകോൽ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം, എന്ത് പറയണം, എങ്ങനെ തർക്കിക്കണം, ആരോട് പറയണം, എന്താണ് ഉയർത്തേണ്ടത്. ചുരുക്കത്തിൽ ഒരു മിഷണറി എന്ന നിലയിൽ, ഒരു പ്രേക്ഷിത പ്രവർത്തകൻ എന്ന നിലയിൽ കൃത്യമായ ഒരു ശൈലിക്ക് ഉടമയായി അത് പ്രചരിപ്പിക്കാൻ മുൻപോട്ട് വന്ന വ്യക്തി എന്ന നിലയിൽ ഏറെ പ്രസക്തനാണ് ആര്?
പൗലൂസ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായി പൗലൂസിന്റെ പൗലൂസിന്റെ ഈ ചിന്താധാരകളെ നമുക്ക് സ്വീകരിക്കുകയും അനുവർത്തിക്കുകയും ചെയ്യാൻ ഇടയായിത്തീരണം. നാലാമത്തെ കാര്യം, അതികായകനായ ദൈവശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ ഗ്രന്ഥങ്ങളെ കൃത്യമായി എഴുതുകയും ദൈവശാസ്ത്രപരമായ എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ മൂല്യം, ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കുന്ന ജീവിതം നയിക്കാൻ ഒരു വ്യക്തിയെ, ഒരു സമൂഹത്തെ, ഒരു സഭയെ നയിക്കാൻ ആവശ്യമായ എല്ലാ പദ്ധതികളും, മനസ്സിലാവുന്നുണ്ടോ, എല്ലാ പാഠങ്ങളും പാഠ്യപദ്ധതികളും ദൈവശാസ്ത്രപരമായ ചിന്തകളും നിലവിൽ അന്നുണ്ടായിരുന്ന പാരമ്പര്യങ്ങളും മതങ്ങളും കാഴ്ചപ്പാടുകളും, മതങ്ങളുടെ കാഴ്ചപ്പാടുകളും പാരമ്പര്യങ്ങളുടെ കാഴ്ചപ്പാടുകളും പൈതൃകമായി പറഞ്ഞ് വാമൊഴിയായും വരമൊഴിയായും നിലവിലുണ്ടായിരുന്ന എല്ലാ പാരമ്പര്യ അല്ലെങ്കിൽ പൈതൃകമായ ചിന്താധാരകളെയും എതിർത്തുകൊണ്ട് ഇതാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ മുൻപോട്ട് വച്ച കൃത്യമായി അടയാളപ്പെടുത്താൻ ആശയപരമായി ബൈബിളിലെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ജീവിതത്തെ അന്നുണ്ടായിരുന്ന എല്ലാ മാർഗങ്ങളെയും ചിന്തകളെയും ചിന്താധാരകളെയും ഒക്കെ എതിർത്തുകൊണ്ട് മറ്റൊന്ന് പുതിയതായി ഒന്ന് സ്ഥാപിക്കാൻ തനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു ദൈവശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ താൻ ഏറെ പ്രസക്തനാകുന്നത്. ഒന്നുകൂടി ഞാൻ ലളിതമായിട്ട് പറയാം. താൻ അറിഞ്ഞ, താൻ അനുവർത്തിച്ച, താൻ പറഞ്ഞു വന്ന നിലവിലുണ്ടായിരുന്ന ഒരുപാട് ചിന്താധാരകളുണ്ട്. അത് പാരമ്പര്യമാകാം, അന്നത്തെ സംസ്കാരമാകാം, അന്നത്തെ മതത്തിന്റെ ആകാം. ചുരുക്കത്തിൽ അന്നുണ്ടായിരുന്ന സമസ്ത ആ സിദ്ധാന്തങ്ങൾക്കും എതിരായി തന്നെ രൂപപ്പെടുത്തിയ ഒരു ദൈവശാസ്ത്ര ചിന്ത എന്ന് പറഞ്ഞാൽ താൻ എന്താണ് പ്രസംഗിക്കുന്നത് അത് കൃത്യമായി ഇതാണ് ശരിയെന്ന് പറഞ്ഞു ജനത്തെ പഠിപ്പിക്കാൻ വേണ്ടി കൃത്യമായി ജനത്തിന് മനസ്സിലാക്കത്തക്ക നിലയിൽ ഒരു ചിന്താധാരകൾക്ക് അല്ലെങ്കിൽ ദൈവശാസ്ത്ര ചിന്തകൾക്ക് അടിസ്ഥാനമിട്ട അതികായകനായ ഒരു ദൈവശാസ്ത്രജ്ഞനായിരുന്നു പൗലോസ്. അതുകൊണ്ട് ഈ പറയപ്പെട്ട കാരണങ്ങൾ കൊണ്ട് നമ്മൾ കൃത്യമായി ഈ പൗലോസിന്റെ ചിന്താധാരകളെ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇനി നമ്മൾ ഇതിന്റെ ഒരു മുഖവരയായി ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. ഒന്നാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാം. പൗലോസിന്റെ ചിന്തകളെ സ്വാധീനിച്ച പശ്ചാത്തലം ഞാൻ ഒന്നുകൂടെ ഇടയ്ക്ക് പറയാം. ഞാൻ പഠിപ്പിക്കുന്ന ഈ ഭാഗത്തിന്റെ നോട്ട് നാളെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ PDF ലഭിക്കും. നോട്ട് തരാം. ഇച്ചിരി സ്പീഡ് കുറച്ച് പറയാമോ എന്ന് ചിലർ ചോദിച്ചു കേട്ടോ. ഇച്ചിരി സ്പീഡ് കുറച്ച് പറയാം. തീർച്ചയായിട്ടും ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വല്ല മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നില്ല? കുറച്ച് പോകണമെന്ന് ചിലർ പറഞ്ഞു കേട്ടോ. ഇടയ്ക്കൊരു ഇംഗ്ലീഷ് കൂടെ പറയണേ. ഓക്കെ, ഇംഗ്ലീഷ് പറയാം. നിങ്ങൾക്ക് എന്നെ മനസ്സിലായല്ലോ. അല്ല, വേർഡ് മതി. എന്റെ ചിന്തകളും മനസ്സിലാക്കിക്കോളൂ, എന്റെ ഭാഷയൊക്കെ മനസ്സിലാക്കിക്കോളൂ. നമ്മൾ ഒന്നുമില്ലേലും നമ്മൾ ഈ ഒരു 6 മാസം കൊണ്ട് 1-2 നല്ല വാക്കുകളെങ്കിലും മലയാളത്തില് പഠിച്ചു പോകുന്ന സന്തോഷം കേട്ടോ. ശ്രദ്ധിക്കാം, ഞാൻ ലളിതമാക്കാം, സ്പീഡ് കുറയ്ക്കാം. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം മനസ്സിലാകുന്ന രീതിയിൽ പറയാം. പൗലോസിന്റെ ചിന്തകളെ സ്വാധീനിച്ച പശ്ചാത്തലം, അതാണ് ഒന്നാമത്തെ അധ്യായം. പൗലോസിന്റെ ചിന്തകളെ സ്വാധീനിച്ച പശ്ചാത്തലം അഥവാ the background that influenced Paul's thinking. പൗലോസിന്റെ ചിന്തകളെ സ്വാധീനിച്ച പശ്ചാത്തലം ഒന്ന് യവനായ പശ്ചാത്തലം അഥവാ ഹെലനിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട്. HELLENISTIC ബാക്ക്ഗ്രൗണ്ട്, ഹെലനിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട്, യവനായ പശ്ചാത്തലം. ശ്രദ്ധിച്ച എന്താണ് പൗലോസിന്റെ ജീവിതത്തെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട 3 പശ്ചാത്തലങ്ങളാണ്. ഒന്ന് യവനായ പശ്ചാത്തലം അഥവാ ഹെലനിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട്. സെക്കൻഡ് വൺ ഈസ് ജൂയിഷ് ബാക്ക്ഗ്രൗണ്ട് അഥവാ യഹൂദ പശ്ചാത്തലം. 3 ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് അഥവാ ക്രിസ്തീയ പശ്ചാത്തലം. ഇത് 3ഉമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ശ്രദ്ധിക്കാം,
ഈ പാലസ്തീന്റെ ചരിത്രം പഠിച്ചാൽ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലം മുതൽ പാലസ്തീനെ ഭരിച്ചിരുന്ന യവനായർ അഥവാ ഗ്രീക്കുകാർ അവരുടെ ഭരണപരിഷ്കാരങ്ങളിൽ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭരണപരിഷ്കാരമായിരുന്നു ഹെലനൈസേഷൻ അഥവാ യവനായവൽക്കരണം എന്ന് പറയും. നമ്മുടെ ഭരണഘടന മുൻപോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കഴമ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് നൽകുന്ന ഒരു അവകാശം എന്ന് പറയുന്നത് ഒന്ന് ദ ഫ്രീഡം ഓഫ് റൈറ്റ്, ശരിയായി ചിന്തിക്കാനും പറയാനും വിശ്വസിക്കുവാനുമുള്ള ഒരു സ്വാതന്ത്ര്യമുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞ മതേതരത്വ സ്വഭാവമുള്ള വൈവിധ്യമാർന്ന മതങ്ങളെ ഉൾക്കൊള്ളുന്ന അവർ ചിന്തകളെയും ആശയങ്ങളെയും വിശ്വാസ പ്രമാണങ്ങളെയും സ്വീകരിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ ഈ ഭരണഘടന അനുസരിച്ച് ഒരാൾക്ക് നിരീശ്വരവാദിയായി പോലും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പം നമ്മുടെ ഭരണഘടന അനുസരിച്ച് നമ്മൾ എന്ത് വിശ്വസിക്കുന്നു ആ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണത്തെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താനുള്ള അവകാശം നമുക്കുണ്ട്. പക്ഷേ ഈ അവകാശം ആണ് നമ്മുടെ അവകാശമായി നമ്മൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ പറയാൻ ശ്രമിക്കുമ്പോൾ അത് മതപരിവർത്തനം എന്ന് ആരോപിക്കപ്പെടുന്നത്. വാസ്തവത്തിൽ നമ്മൾ ചെയ്യുന്നത് മനപരിവർത്തനമാണ്. ഒരാളോട് നന്മ, സത്കർമ്മങ്ങൾ, സത്ക്രിയകൾ, സത്ചിന്തകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ പലപ്പോഴും പ്രതിക്കൂട്ടിലാകുന്നത് നമ്മൾ എന്ത് ചെയ്യുക, മതപരിവർത്തനം നടത്തുന്നു എന്നുള്ളതാണ്. ഇത് ശ്രദ്ധിക്കാൻ പറയാൻ കാര്യം, ഈ ഹെലനൈസേഷൻ അഥവാ യവനായവൽക്കരണം എന്ന് പറയുന്നത് നിർബന്ധപൂർവം യവനനല്ലാത്ത ഒരുവനെ യവനനാക്കി തീർക്കാനുള്ള ശ്രമം. അതാണ് ഹെലനൈസേഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആ ചിന്ത കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ? അപ്പം എന്താണ് യവനായ ഭാഷ, സംസ്കാരം, അതുപോലെ തന്നെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇവ എന്ത് ചെയ്യുക അതിൽ ഉൾപ്പെടുന്നു. ഒന്ന് ഭാഷ, യവനായ ഭാഷ. ഗ്രീക്ക് അറിയാൻ വയ്യാത്ത ഒരാളെ കൃത്യമായി എന്ത് ചെയ്യുക, ഗ്രീക്ക് പഠിക്കണം. നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു തീരുമാനമായിരുന്നു ഔദ്യോഗിക രാഷ്ട്രഭാഷയായ ഹിന്ദി മാത്രം മതി, ഇംഗ്ലീഷ് വേണ്ട എന്നുള്ളത് ഒരു തീരുമാനം ഉണ്ടായിരുന്നു ഇടയ്ക്ക്. ഇനി നിർബന്ധമായി എല്ലാ സംസ്ഥാനങ്ങളും ഭാരതീയ ഭാഷ അല്ലെങ്കിൽ ഹിന്ദി പഠിക്കുകയും അത് ഔദ്യോഗിക ഭാഷയായി എല്ലാവരും ഉപയോഗിക്കണം, ഇംഗ്ലീഷ് മാറ്റിവെക്കണം എന്ന് നിർബന്ധിക്കുക. അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കാനുള്ള ശ്രമം ഇവിടെ ഇടയ്ക്ക് നടന്നിരുന്നു. ഈ ശ്രദ്ധിച്ചേ, എന്ന് പറഞ്ഞ പോലെ വാസ്തവത്തിൽ ഭാഷ എന്ന് പറയുന്നത് ആശയങ്ങളുടെ കൈമാറ്റമാണ്. ഭാഷ എന്ന് പറയുന്നത് ആശയങ്ങളുടെ കൈമാറ്റമാണ്, ചിന്തകളുടെ കൈമാറ്റമാണ്. യഥാർത്ഥത്തിൽ നന്നായി ഭാഷ പഠിച്ചതുകൊണ്ടും അക്ഷരം പഠിച്ചതുകൊണ്ടുമാണ് ഇന്ന് മനുഷ്യന് അവന്റെ ബുദ്ധി ഭൗതികമായി അവൻ ഉണർത്തപ്പെടാനും അവനെ തന്നെ തിരിച്ചറിയാനും അവന്റെ അവകാശങ്ങളെ തിരിച്ചറിയാനും ഇടയായിത്തീർന്നു. കേരളത്തിന്റെ ചരിത്രം പഠിച്ചാൽ ഇത്രയധികം വികൃതമായ, പ്രത്യേകിച്ച് സാക്ഷര കേരളം, സുന്ദര കേരളം എന്നൊക്കെ നമ്മൾ ഇപ്പോൾ വാഴ്ത്തിപ്പാടുന്ന കേരളത്തിന്റെ ചരിത്രം നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ ആ ഭാഗത്തേക്ക് എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് പോകുന്നില്ല. ഇത്രയധികം നീചവും നിന്ദ്യവുമായിരിക്കുന്ന സംസ്കാരത്തെ പോലും മാറ്റാൻ ഇടയായിത്തീർന്നത് ഭാഷയാണ്, അല്ലെങ്കിൽ അക്ഷരമാണ്. അപ്പം സ്വന്തം അവകാശങ്ങളെ കുറിച്ചുള്ള ബോധ്യം ഒരുവന് ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ അവൻ അറിയുന്ന ഭാഷയുടെയോ അല്ലെങ്കിൽ അവൻ ആർജിക്കുന്ന അക്ഷരങ്ങളുടെയോ ബലത്തിലാണ്. അപ്പം യവനായ ഭാഷ സംബന്ധിച്ച് അറിയാൻ പാടില്ലാത്ത ഒരാളെ നിർബന്ധമായി അവനെ പറഞ്ഞേൽപ്പിക്കുക. ഇനി ഇതുവരെ ഒരു സംസ്കാരത്തിൽ തുടർന്നൊരാളെ സാംസ്കാരികപരമായി മറ്റൊരു സംസ്കാരം അവന്റെ മേൽ അടിച്ചേൽപ്പിക്കുക, ആചാരങ്ങൾ അടിച്ചേൽപ്പിക്കുക, അനുഷ്ഠാനങ്ങൾ അടിച്ചേൽപ്പിക്കുക. ഇനി ശ്രദ്ധിച്ചേ, ഒരാളുടെ മാനസാന്തരത്തിന് അല്ലെങ്കിൽ ഒരു മനം മാറ്റത്തിന്, മതം മാറ്റത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള ഈ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഈ പറയപ്പെട്ടത്. ഒന്ന്, അവന്റെ ഭാഷയെ സംബന്ധിച്ച് കൃത്യമായി നന്നായി അവന് ബോധ്യമുള്ളപ്പോൾ, അറിവുണ്ടെങ്കിൽ അവന്റെ വിശ്വാസത്തെ പരിശോധിക്കും.
വിശ്വാസത്തെ പരിശോധിക്കും. അവന്റെ അവകാശത്തെക്കുറിച്ച് അവൻ ചിന്തിക്കും. അവന്റെ വിശ്വാസം, അവൻ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണത്തെ സംബന്ധിച്ചുള്ളൊരു ബോധ്യം അവനുണ്ടാകും. അവൻ പരിശോധിക്കാൻ തുടങ്ങും. ചുരുക്കം പറഞ്ഞാൽ അവൻ അറിഞ്ഞ അക്ഷരങ്ങൾ അവനെ ചിന്തകൾക്ക്, പുതിയ പുതിയ ചിന്തകൾക്ക് അവന്റെ മാനസികമായും ഭൗതികമായും ബുദ്ധിപരമായും താത്വികമായും തത്വപരമായിട്ടൊക്കെ ഒരു മാറ്റത്തിലേക്ക് അവനെ കൊണ്ടുവരാനുള്ള ശ്രമം അവൻ ഭാഷ പഠിച്ചാൽ ഉണ്ടാകും. രണ്ടാമത്, അവന്റെ സംസ്കാരത്തിന് മാറ്റമുണ്ടാകും. സംസ്കാരത്തിന് മാറ്റം ഉണ്ടായാൽ അവന്റെ വിശ്വാസത്തിന് മാറ്റം ഉണ്ടാകുമ്പോൾ സംസ്കാരത്തിന് മാറ്റം ഉണ്ടാകും. ഇനി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ മാറണം എന്നവൻ ചിന്തിക്കുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അവൻ ടോട്ടലി മാറി എന്നുള്ളത് തന്നെയാണ്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇത്തരത്തിലുള്ള ഈ കുത്തിവയ്പ് ജനങ്ങളിലേക്ക് നടത്തുന്ന ഒരു പശ്ചാത്തലം അവിടെ ഉണ്ടായിരുന്നു. BC 63 മുതൽ റോമൻ ഭരണാധികാരികൾ ഈ പാലസ്തീന ചുമതല ഏറ്റെടുക്കുന്നു. അപ്പോൾ അവർ ഏറ്റെടുത്തെങ്കിൽ പോലും വീണ്ടും ഈ ഹെലനൈസേഷൻ അല്ലെങ്കിൽ ഈ യവനായ പശ്ചാത്തലത്തിന്റെ ഈ ചിന്താധാര ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുകയും അത് സംസ്കാരപരമായി, മതപരമായി, ആശയപരമായി, ആചാരപരമായി, അനുഷ്ഠാനപരമായി അതിലേക്ക് ജനങ്ങളെ വലിച്ചടിപ്പിക്കുകയും അതാണ് ശരിയെന്ന് പറഞ്ഞ് മുൻപോട്ട് പോകാൻ അവനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് പിന്നീട് ഗ്രീക്ക് ഭാഷയിലേക്ക് പുതിയ നിയമങ്ങൾ വിവർത്തനം ചെയ്യാൻ ഇവിടെ തയ്യാറാകേണ്ടി വന്നത്. എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഭാഷ അറിയാവുന്ന, പഠിച്ചിട്ടുള്ള അറിവുള്ള, ഗ്രീക്ക് സംസ്കാരവും ആചാരവും അനുഷ്ഠാനങ്ങളും ഒക്കെ അറിയാവുന്ന ഒരു കൂട്ടം ഉണ്ടായി അവിടെ. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിവർത്തനങ്ങൾ അവിടേക്ക് ഉണ്ടാകാനിടയായത്. ഇനി അടുത്തത്, അതുപോലെ തന്നെ അന്നത്തെ ഭരണാധികാരികളായിരിക്കുന്ന റോമാക്കാർ വന്നതോടുകൂടി യവനായ റോമ, ഗ്രേഷ്യോ റോമൻ എന്ന് പറയുന്ന പുതിയ ഭാഷ, ലിംഗ്വ ഫ്രാങ്ക എന്ന് പറയുന്ന അല്ലെങ്കിൽ യവനായ റോമ ഭാഷാന്തരം അവിടെ ഉണ്ടാകും. ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഗ്രീക്കിൽ എഴുതപ്പെട്ടതും ഗ്രീക്ക് ഒരു എഴുതപ്പെട്ട ഭാഷയായിട്ടും ഔദ്യോഗിക ഭാഷയായിട്ട് ലാറ്റിനും പിന്നീട് അരാമ്യ എബ്രായ ഭാഷ അവരുടെ മതഭാഷയായിട്ട് മാറിയുള്ള ഒരു പ്രത്യേക സംസ്കാരം ഉടലെടുക്കാൻ ഇടയായി. ഞാൻ പറഞ്ഞു വരുന്നത് പൗലൂസിന്റെ ചിന്തകളെ സ്വാധീനിച്ച പശ്ചാത്തലമാണ്. പൗലൂസ് എന്തുകൊണ്ട് ഇത്തരം ചിന്തകളെ പറഞ്ഞു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇത്തരം ചിന്തകളിലേക്ക് വന്നു എന്നതിന്റെ പശ്ചാത്തലമാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. ഈ ഹെലനൈസേഷൻ അഥവാ യവനായ വൽക്കരണമാണ് പൗലൂസിനെ ക്രിസ്തീയ വിശ്വാസ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ ചിന്തകളെ ഈ ഗ്രീക്കിലേക്ക് അല്ലെങ്കിൽ അതിലേക്ക് വിവർത്തനം ചെയ്യണമെന്നും അവരിലേക്ക് പരാവർത്തനം ചെയ്യണമെന്നും ഒക്കെ തന്നെ പഠിപ്പിക്കാൻ ഇടയായിത്തീർന്നു. ഇനി ശ്രദ്ധിക്കുക. ഇനി പൗലൂസിന്റെ കൃതികളിൽ പ്രത്യേകിച്ച് യവനായ തത്വചിന്ത പരാമർശങ്ങൾ കാണാൻ ഇടയാകും. ഫിലിപ്പ ലേഖനം 4-ാം അധ്യായം അതിന്റെ 11, നിങ്ങൾ അത് പിന്നീട് വായിച്ചാൽ മതി. ഫിലിപ്പർ 4:11 വായിക്കുമ്പോൾ അവിടെ പൗലൂസ് ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമുണ്ട്. ഞാൻ അലംഭാവത്തോടെ ഇരിപ്പാൻ പഠിച്ചിട്ടുണ്ട്. ഇത് സ്റ്റോയിക് അഥവാ എപ്പിക്യൂരിയൻ ചിന്തകളാണ്. ചിന്തകൾ ഞാൻ നോട്ട് തരാം. PDF നാളെ നിങ്ങൾക്ക് ഇത് ലഭ്യമാകും. അപ്പം പൗലൂസിന്റെ കൃതികളിൽ പലയിടത്തും യവനായ ചിന്തകളുടെ പരാമർശങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ സ്റ്റോയിക് എപ്പിക്യൂരിയൻ ചിന്തകൾ. എന്താ സ്റ്റോയിക് എപ്പിക്യൂരിയൻ ചിന്തകൾ എന്ന് പറഞ്ഞാൽ? സ്റ്റോയിക് ചിന്തകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പുരാതന ഗ്രീസിൽ ഉത്ഭവിച്ച റോമിൽ അഭിവൃദ്ധി പ്രാപിച്ച ഒരു തത്വചിന്ത. ആ ചിന്തയുടെ അടിസ്ഥാനം ഇത്രയുമുള്ളൂ: സത്കർമ്മങ്ങളിലൂടെ ഡു സംതിങ് ഗെറ്റ് മോക്ഷ. യു മസ്റ്റ് ഡു സംതിങ് ഗെറ്റ് മോക്ഷ. ഇഫ് യു വാണ്ട് മോക്ഷ, യു ഹാവ് ടു ഡു ദീസ് ആർ ദ തിങ്സ്. യു ഹാവ് ടു ഫോളോ ദ റിച്വൽസ്. നിങ്ങൾ റിച്വൽസിനെ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളെ ഫോളോ ചെയ്യാനുള്ള ശ്രമം നടത്തുക, അതാണ് ശരി. എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്ന് ഞാൻ പറഞ്ഞല്ലോ, വാസ്തവത്തിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞാൻ ഓർപ്പിച്ച പോലെ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ബോധ്യമാകുന്ന ഒരു സത്യമാണ്. നമ്മളൊക്കെ ക്രിസ്ത്യ വിശ്വാസം ശരിയാണ് എന്ന് നമുക്ക് കാണാനും കേൾക്കാനും അനുഭവിക്കാനും അറിയാനും ഒക്കെ ഇടയായി തീർന്നുകൊണ്ടാണ് ഇതിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചത്.
ഇതൊരു കൂപമുണ്ടുക ബുദ്ധിയല്ല, കുറെ പൊട്ടക്കെട്ടിലെ ആൾക്കാരുടെ ഒരു സംസ്ഥാന സമ്മേളനമല്ല നമ്മുടെ ചിന്താധാര, ക്രിസ്തീയ ചിന്താധാര എന്ന് പറയുന്നത്. മറിച്ച് നമ്മുടെ ചിന്തകളെയും നമ്മളുടെ ആശയങ്ങളെയും നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളെയും ഒക്കെ യുക്തം എതിർക്കുകയും അതിനോട് പരിശോധിക്കപ്പെടുകയും എന്നോട് ഞാൻ പറയാം. ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണം, തുടർന്ന് വന്ന ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളെയൊക്കെ അതിനോട് ഒരു പുതിയ വിശ്വാസം എന്നിൽ രൂപപ്പെടാൻ തുടങ്ങിയപ്പോൾ ഈ വിശ്വാസത്തെ പരസ്പരം എതിർക്കപ്പെടുകയും അല്ലെങ്കിൽ പരാജയപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയും പല പ്രാവശ്യം നമ്മൾ ചിന്തിക്കുകയും ശരിയോ തെറ്റോ എന്ന് ചിന്തിച്ചാണ് വാസ്തവത്തിൽ അതിന്റെ അവസാനമാണ് നമ്മൾ ശരി എന്ന് പറയുന്ന ഈ വിശ്വാസത്തിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചത്. അല്ലാതെ എവിടെയെങ്കിലും യോഗം വെച്ചിട്ട്, കൺവെൻഷൻ വെച്ചിട്ട് നീ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യുക, കൈ പൊക്കി എന്ന് പറയുന്ന ഒരു കാര്യപരിപാടി അടിസ്ഥാനത്തിലല്ല. പണ്ടൊരു പാസ്റ്ററോട് പണ്ട് പാസ്റ്റർ ഒരു അച്ഛനോട് പറഞ്ഞു, നമ്മുടെ യോഗത്തിന് അച്ഛൻ്റെ രണ്ടാമത്തെ മോള് കൈപൊക്കി വിട്ടു, അവള് രക്ഷിക്കപ്പെട്ടു. രണ്ടാമത്തെ മോള് രക്ഷിക്കപ്പെടാൻ അവള് കൈപൊക്കി ഉയർത്തി വിട്ടു, അവള് രക്ഷിക്കപ്പെട്ടു. അപ്പം അച്ഛൻ പറഞ്ഞു, അച്ഛൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, രണ്ടാമത്തെ മോളെയാണോ, അവൾ അതിനും മടിക്കുകയായിരുന്നു. മനസ്സിലായില്ല, അവൾ അതിനും രക്ഷിക്കപ്പെടാനും മടിക്കത്തില്ലെന്ന് പറഞ്ഞാൽ എന്ത് കാര്യപരിപാടിക്കും ഉണ്ടെന്ന്. നമ്മൾ അങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്? അല്ലല്ലോ, നിങ്ങൾ അങ്ങനെയല്ല. കാരണം നിങ്ങൾ അനുവർത്തിച്ച് വന്ന ഒരു നയമുണ്ടായിരുന്നു, നിങ്ങൾ അനുവർത്തിച്ച് വന്ന ഒരു വിശ്വാസം, ഒരു ട്രഡീഷൻ ഉണ്ടായിരുന്നു, നിങ്ങൾക്കൊരു കൾച്ചർ ഉണ്ടായിരുന്നു, അല്ലേ? അപ്പം അതിനോടൊക്കെ ശക്തിയുക്തം എതിർക്കാൻ കഴിയുന്ന പ്രബലമായ, ഒന്നുകൂടെ പറഞ്ഞ പേശിദാർഢ്യമുള്ള എന്ന് പറഞ്ഞാൽ പേശിബലമുള്ള, തൻ്റെ ഇടമുള്ള, അതാണ് എന്റെ ശരിയായ അർത്ഥം, ഒരു വിശ്വാസധാര, ഒരു ചിന്ത എന്ത് ചെയ്തു, ഇതിനെതിരെ ശക്തിയുക്തം നിന്ന് ഇതാണ് ശരിയെന്ന് നമ്മുടെ ചിന്താധാരകളെ തകിടം മറിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ നേരെ ഇതാണ് ശരിയെന്ന് പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെട്ടപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മളതിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കാൻ ഇടയായി തീർന്നത്. ഇനി ശ്രദ്ധിച്ചേ, ഈ സ്റ്റോയിക്ക് ചിന്ത എന്ന് പറഞ്ഞാൽ സദ്ഗുണം ചെയ്യുക, കർമ്മം ചെയ്യുക, മോക്ഷം പ്രാപിക്കാൻ ഇടയായി തരും. ഞാനും എൻ്റെ വൈഫ് കൂടി ഒരു 10-15 വർഷം, 10-20 വർഷമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ. ഞങ്ങൾ അന്ന് കോട്ടയത്ത് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ഒരുപാട് പേര് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ഒരാഴ്ച കിട്ടുന്ന വരുമാനത്തിന്റെ ഭാഗമായിട്ട് ശനിയാഴ്ചകളിൽ ഞങ്ങൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി ഒരു 15 പൊതി ആയിട്ട് ഞങ്ങൾ ഒരു ഷിമ്മി കവറിനകത്ത് ഇട്ട് ഒരു ഷിമ്മി കവറിൽ നമ്മുടെ ഒരു ബാഗ്, നമ്മുടെ ബാഗിനകത്ത് ഞങ്ങൾ വെച്ചൊരു 10-15 പൊതിയായിട്ട് കോട്ടയം ടൗണിൽ ഇങ്ങനെ ഒരു 11 മണിയാകുമ്പോൾ ഞങ്ങൾ ഇറങ്ങി, ഞാനും വൈഫും കൂടി എല്ലാ ശനിയാഴ്ചയും നമുക്കൊരാഴ്ച കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ചെറിയൊരു ഭാഗം ഞങ്ങൾ ഇങ്ങനെ അവിടെയുള്ള ഈ വഴിയിൽ ഇത് പ്രതീക്ഷിച്ചിരിക്കുന്ന പറയുന്ന ആൾക്കാരുണ്ട്. ബഗേഴ്സ് ഞാൻ പറയുന്നില്ല, കാരണം അവരും നമ്മളെ പോലുള്ള ആളുകളാണല്ലോ. അവർക്ക് വേണ്ടി നമ്മൾ അത് കൊടുക്കും. പിന്നീടുള്ള അതൊരു 4-5 കൊടുത്ത ശേഷം പിന്നീട് 10-12 പൊതിയായിട്ട് ഞങ്ങൾ ക്യാൻസർ വാർഡിൽ പോകുമായിരുന്നു. അത് ഒരു 2-2.5 വർഷത്തോളം ഞങ്ങൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതിന് ആദ്യമൊക്കെ ഞങ്ങൾ പറയും, ഞങ്ങൾ സുവിശേഷകരാണ്, ഞങ്ങൾ വീട്ടിലുണ്ടായിക്കൊണ്ട് ഭക്ഷണമാണ്, നമ്മൾ ഇതിന് ഭാഗമാണെന്നൊക്കെ പറയുമ്പം ആളുകളൊക്കെ ആദ്യം പഠിച്ചിരുന്നു. പിന്നീട് നമ്മൾ ചെല്ലുന്നത് പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പോൾ അവിടെ പി തോമസും പാർട്ടിയൊക്കെ ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട്. അന്ന് അവിടെ അത്ര ഫെമിലിയർ അല്ല. പിന്നീട് ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾ സുവിശേഷം പറയത്തില്ല, ഒന്നും പറയത്തില്ല, ഈ ഫുഡ് കൊടുക്കുക, ഹായ് പറഞ്ഞു പോരുക. പിന്നീട് അവരെ പുറകെ പിന്നീട് പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിൽക്കുകയും ചെയ്യുമായിരുന്നു. ഇത് എനിക്ക് മോക്ഷം കിട്ടാൻ വേണ്ടി ചെയ്തൊരു പരിപാടിയല്ല, മറിച്ച് ഞാനൊരു സാമൂഹിക ജീവിയാണെന്നുള്ള ഒരു പ്രതിബദ്ധത എനിക്കുണ്ട് എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്തൊരു കാര്യമാണ്. ഈ സത്കർമ്മം ചെയ്യുക, സദ്ഗുണം ചെയ്യുക, നന്മ ചെയ്യുക, അത് മതി, ആത്മാവിന് മോക്ഷം കിട്ടുമെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അവരായിരുന്നു ഈ സ്റ്റോയിക്കൻ ചിന്ത എന്ന് പറഞ്ഞു. എപ്പിക്യൂരിയൻസ് എന്ന് പറഞ്ഞാൽ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, സകല കാര്യങ്ങളും ഇവിടം കൊണ്ട് അസ്തമിക്കും, ഇവിടം കൊണ്ട് തീരും, ഇതിനപ്പുറമായി ഒന്നില്ല, ഇവിടം കൊണ്ട് എല്ലാ കാര്യങ്ങളും അസ്തമിക്കും, ഇവിടം കൊണ്ട് തീരും, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ എന്ത് ചെയ്യും, ചാകും, അല്ലേ? അപ്പം അങ്ങനെയുള്ള ഈ ചിന്താഗതി, ഇതൊക്കെ അന്നുണ്ടായിരുന്ന ഹെലനൈസേഷന്റെ ഭാഗമായി അല്ലെങ്കിൽ യവനായ വൽക്കരണത്തിന്റെ ഭാഗമായി ഉടലെടുത്ത ചിന്താധാരകളായിരുന്നു. ഇനി ശ്രദ്ധിച്ചേ, ഫിലിപ്പർ 4:11 പൗലോസ് പറഞ്ഞ് ഞാൻ അലംഭാവത്തോടെ ഇരിപ്പാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പൗലോസ് അതൊരു സ്റ്റോയിക്കൻ പ്രയോഗമാണ്.
ഇനി പൗലോസ് പറയുന്ന മറ്റൊരു എപ്പിക്യൂരിയൻ ചിന്ത, തിന്നുക കുടിക്കുക, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഇനി റോമാലേഖനം 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ പൗലോസ് ഉപയോഗിക്കുന്ന ഒരു എപ്പിക്യൂരിയൻ ചിന്ത ഇതാണ്: ആകയാൽ കൃപ വരികേണ്ടതിന് നാം പാപം ചെയ്യുകയെന്നു ഒരു നാളും അരുത്. പൗലോസിന്റെ ലേഖനങ്ങളിൽ ഒരു യവനായ ശൈലി എന്ന് പറഞ്ഞാൽ ഈ യുക്തി ഉപയോഗിക്കുന്ന ആളുകൾ, ശ്രദ്ധിച്ചേ, യുക്തി ഉപയോഗിക്കുന്ന ആളുകൾ അവർ ചോദ്യം ചോദിക്കും, അവർ തന്നെ മറുപടിയും പറയും. അല്ലേ? അവർ തന്നെ ചോദിക്കും, അവർ തന്നെ മറുപടിയും പറയും. ഒരു ഉദാഹരണം പറയാം. മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ആയ ഒരു കേണൽ എല്ലാ സായാം സന്ധികളിലും ഒത്തിരി വർഷം മുമ്പ് പഴയ ഒരു ഗ്രാമത്തിന്റെ നാൽക്കവലയിൽ താൻ ഒന്ന് വന്നിരിക്കും. ഒരു ചെറിയ ചായക്കടയിൽ വന്നിരുന്ന് താൻ കാറിൽ യുദ്ധം ചെയ്ത കാര്യവും ബോംബിട്ട കാര്യവും ഇവരെയൊക്കെ പിടിച്ച കാര്യവും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ബഡായി അടിച്ചിരുന്ന ഒരു സാധാരണ ഒരു കേണൽ. അപ്പം ആ നാട്ടില് തൻ്റെ ഈ അറിവ് ജ്ഞാനം പ്രസിദ്ധമായ എങ്ങനെ അറിയാമോ, താൻ ഇങ്ങനെ ചോദ്യം ചോദിക്കും, മറുപടി പറയാൻ പറ്റിയില്ലെങ്കിൽ താൻ തന്നെ മറുപടി പറഞ്ഞ് അവരെ തോൽപ്പിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടി തീരുമാനിച്ചു ഈ അപ്പൂപ്പനെ എങ്ങനെയായിരുന്നു ഒന്ന് പറ്റിക്കണം. താൻ കണ്ടുപിടിച്ച മാർഗം ഇതാണ്. അതിന് ഒരു ചിത്രശലഭത്തെ താൻ പിടിച്ചു, അതിന്റെ കയ്യിൽ ഇങ്ങനെ ഒതുക്കി. ഒരു ദിവസം ക്ലാസ് വിട്ട് വരുമ്പോൾ ഈ അപ്പൂപ്പൻ്റെ അടുക്ക് ചെന്ന് പറഞ്ഞു, അപ്പൂപ്പ എന്റെ കയ്യിൽ ഒരു ചെറിയ ചിത്രശലഭമുണ്ട്. അപ്പൂപ്പൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ ബുദ്ധിമാനാണെന്ന്. അപ്പൂപ്പന്റെ ബുദ്ധി കൊണ്ട് പറയാമോ എന്റെ കയ്യിലുള്ള ഈ ചിത്രശലഭം ചത്തതാണോ ജീവനുള്ളതാണോ എന്ന്? അപ്പം ഈ അപ്പൂപ്പൻ ഒത്തിരി നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ ചത്തതെന്ന് പറഞ്ഞാൽ ഇവന്റെ കുരുന്നു കൈകൾ വിടർത്തി ജീവനുള്ള പറവയെ പറപ്പിച്ച് വിട്ട് ഇവൻ എന്നെ എന്ത് ചെയ്യും? ഭോഷനാക്കും. ഇനി ഞാൻ പറയാ ജീവനുള്ളതെന്ന് പറഞ്ഞാൽ ഇവന്റെ കുരുന്നു കൈകൾ കൊണ്ട് എന്ത് ചെയ്യും? ഇതിനെ ഞെക്കിക്കൊന്ന് ഇല്ലാതാക്കി എന്നെ ഭോഷനാക്കും. അതുകൊണ്ട് ആ അപ്പൂപ്പൻ പറഞ്ഞു, എടാ മോനെ, നിന്റെ വെളച്ചിൽ അങ്ങ് കയ്യിലിരിക്കട്ടെ. നിന്റെ കയ്യിലിരിക്കുന്ന ഈ ചിത്രശലഭത്തിന്റെ ജീവൻ നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നു. ആശ മനസ്സിലായോ? ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കുക, ഉത്തരം പറയും. ഈ തത്വപരമായി ഇപ്പം ഒന്നുകൂടി ഞാൻ പറയാം. ഒരു 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 കാര്യം നമ്മൾ സ്ഥാപിക്കുകയും അത് ശരിയാണെന്ന് സ്ഥാപിക്കുകയും ചെയ്യണമെങ്കിൽ, ഒരു കാര്യം ശരിയാണെന്ന് സ്ഥാപിക്കണമെങ്കിൽ പ്രധാനമായി അതിന് കാര്യകാരണങ്ങൾ ആണ്. അത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കാര്യം സ്ഥാപിക്കുന്നത്. ഒരു കാര്യം വേണം, ഒരു കാരണം വേണം. ഒരു കാര്യമില്ലാതെ ഒരു കാരണം ഉണ്ടാകുന്നില്ല, ഒരു കാരണമില്ലാതെ ഒരു കാര്യവും ഉണ്ടാകുന്നുമില്ല. ഒരു തത്വം, ഒരു ശരി നമ്മൾ സ്ഥാപിക്കണമെങ്കിൽ കൃത്യമായി നമ്മൾ അതിനെ തെളിയിക്കാൻ വേണ്ടി കാരണങ്ങൾ വേണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത്, ഒന്ന് ബുദ്ധി നമ്മൾ ഉപയോഗിക്കും, രണ്ട് ഒരു താത്വിക വശമുണ്ട്, ഒരു എന്താണ് പറയാ, താത്വികപരമായ കാര്യമുണ്ട്, ഒരു യുക്തിയുണ്ട്, തത്വമുണ്ട്, ഒരു യുക്തിയുണ്ട്. ഈ യുക്തിപരമായി ഇപ്പൊ ഞാൻ പറയാ, ഇന്ന് രാത്രി എന്നാ വെട്ടമല്ലേ, എന്റെ ഫ്രണ്ടിൽ നല്ല ഒരു ലൈറ്റ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ മുഖത്തേക്ക് നല്ലൊരു വട്ടം അടിക്കാൻ വേണ്ടി. രണ്ട് കാര്യം, ഒന്ന് നിങ്ങൾക്ക് എന്നെ കാണണമെങ്കിൽ ഈ വട്ടമില്ല, പറ്റത്തില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഡിവൈസിലൂടെയല്ല കാണുന്നത്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഞാൻ ഈ ലൈറ്റ് സെറ്റപ്പ് ആക്കിയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പം ഞാൻ പറയാ, ഇത്രയും വെട്ടമുള്ളത് കൊണ്ട് ഇന്ന് പകലാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നാ പറയും? ഈ വെള്ളിയാഴ്ച മിക്കാരും ക്ലാസ്സിൽ കയറേണ്ട കാര്യമില്ല. കാരണം ഈ പുള്ളി മുഴുവൻ ബോധക്കേടാണ് പറഞ്ഞത്. പുള്ളിക്ക് എന്തോ ഒരു ബോധക്കേട് വന്നിട്ടുണ്ട് നിങ്ങൾ പറയും. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുക. നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ, സ്ഥാപിക്കുമ്പോൾ, ശരിയാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ അതിന് ഒരു ഇടമുണ്ടാകണമെങ്കിൽ കൃത്യമായി അതിനൊരു താത്വിക വശം ഉണ്ടാകണം, ഒരു തത്വപരമായ വശം ഉണ്ടാകണം. രണ്ട്, നമ്മുടെ ബുദ്ധിക്ക് സ്വീകരിക്കത്തക്ക നിലയിൽ അതിനെ നമ്മുടെ ബുദ്ധി കൊണ്ട് കൂട്ടിക്കുഴച്ച് കുറിച്ച് ഹരിച്ചും ഗുണിച്ചും ലസാകും ഉസാകുവും കണ്ട് നമ്മളതിനെ എന്ത് ചെയ്യും? ഇങ്ങനെ നോക്കിയിട്ട് ആണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിനൊരു ബുദ്ധിപരമായ ബൗദ്ധികമായ വശം ഉണ്ടാകണം. മറ്റൊന്ന് യുക്തിയാണ്, അല്ലേ? ഇനി ശ്രദ്ധിച്ചേ, വിശ്വാസത്തെ സംബന്ധിച്ച്
ഇതൊന്നും ബാധകമല്ല എന്ന് കൂടി നമ്മൾ പഠിക്കണം കേട്ടോ. ക്രിസ്തുവിനെ അറിയാൻ ഈ പറയപ്പെട്ട കാര്യങ്ങൾ വെച്ചാൽ നടന്നാലൊന്നും നടക്കത്തില്ല എന്നുകൂടി നമ്മൾ ഇതിനോട് കൂടെ ചേർന്ന് പഠിക്കുക. ഇനി ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, ഒരു ശരി പഠിക്കാൻ, ഒരു ശരി തെളിയിക്കാൻ ഈ പറയപ്പെട്ട കാര്യങ്ങളെ മുഴുവൻ എന്ത് ചെയ്യണം? ഉപയോഗിക്കാൻ ഇടയായി തീരണം. ശ്രദ്ധിച്ചേ. ഇനി എപ്പിക്യൂരിയൻ ചിന്ത നമ്മൾ ചിന്തിച്ചു വരികയാണ്. ഇനി തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഇനി ഒരു ചോദ്യം ചോദിക്കുന്നു, അതിന്റെ മറുപടി അവർ തന്നെ പറയുന്നു. ഇനി മറ്റൊരു കാര്യം, ഈ യവനായ ചിന്തയുടെ അല്ലെങ്കിൽ യവനായ സംസ്കാരത്തിന്റെയും ഭാഷയുടെയും അതിനൊക്കെ ഒരു ഭാഗമെന്ന് പറഞ്ഞാൽ ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു രീതി. ബൈബിളിൽ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ തന്റെ ലേഖനങ്ങളിൽ കൂടുതൽ താൻ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഡ്യുവലിസമാണ്, ഗ്രീക്ക് ഡ്യുവലിസമാണ്. എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗം. ഒന്ന്, ഉദാഹരണത്തിൽ പഴയ മനുഷ്യൻ, പുതിയ മനുഷ്യൻ, ജന്മം ആത്മാവ്, മരണം ജീവൻ, ഇരുട്ട് വെളിച്ചം, ഒന്നാം ആദം ഒടുക്കത്തെ ആദം. മനസ്സിലായോ? അപ്പം ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ പ്രയോഗിക്കാൻ തന്നെ പ്രേരിപ്പിച്ചത് വാസ്തവത്തിൽ എന്താണെന്നറിയാമോ? അപ്പം നിലവിലുള്ള ഇത്തരം ആശയങ്ങളെ എതിർക്കാനും ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ആശയഗതികളെ നന്നായി ഗ്രഹിക്കുന്ന ആളുകൾക്ക് അവരുടെ സംസ്കാരവും അവരുടെ ഭാഷാപരമായ പരിചയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സത്യത്തെ വെളിപ്പെടുത്തുവാനുമാണ് വാസ്തവത്തിൽ ഇത്തരം ചിന്തകൾ താൻ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ഇതിനകത്ത് തന്നെ ഈ ടെക്നിക്കലി ചെയ്യുന്ന ശ്രാവണദാസ്, നിങ്ങളുടെ നമ്മുടെ ഇനാഗ്രേഷനിൽ കണ്ടതാണല്ലോ, സൂരജ് ഭാസ്റ്റർ. താന് ജാർഖണ്ഡില്, ഛത്തീസ്ഗഡിൽ പോയി, അവിടെയുള്ള ജാർഖണ്ഡിലാന്ന് തോന്നുന്നു, അവിടെ പോയി അവിടുത്തെ ആദിഭാഷ ലിപി ഇല്ലാത്ത, ഭാഷ ഇല്ലാത്ത ഒരു സ്ഥലത്ത് ചെന്ന് അവർ ഭാഷ ഉണ്ടാക്കി, അവരോട് കൂടെ പാർത്ത് അവരുടെ ഭാഷ പഠിച്ചു, അവർക്ക് വേണ്ടി ലിപി ഉണ്ടാക്കി ബൈബിൾ പുതിയ നിയമം എന്ത് ചെയ്തു? വിവർത്തനം ചെയ്യുന്നൊരു ദീർഘമായ ഒരു പദ്ധതിയിലായിരുന്നു അവര്. ഒരു പക്ഷേ അവരുടെ സംസ്കാരത്തോട് ചേരുന്ന, അവർക്ക് പരിചയമുള്ള നിലയിൽ, അവർക്ക് പരിചയമുള്ള സംസ്കാര ആചാര അനുഷ്ഠാന ഉപയോഗിക്കുന്ന രീതിയോട് ചേർന്ന് ഒപ്പം തന്നെ ആ സംസ്കാരത്തെയൊക്കെ സ്വീകരിച്ചിട്ട് അതിൽ നിന്നും ഒരു പുതിയ ഒന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമായിരുന്നു താൻ നടത്തിയത്. ഇതുപോലെ തന്നെയാണ് പൗലോസ് തന്നെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട ഈ ചിന്തകളെ താൻ എഴുതാൻ ഇടയായിത്തീർന്ന പ്രധാനപ്പെട്ട ഒന്ന് യവനായ ചിന്തകളാണ്. ഇനി ശ്രദ്ധിക്കുക, യഹൂദ പശ്ചാത്തലം, അതിലേക്ക് നമുക്ക് അതിന്റെ തുടക്കം വെക്കാം. ബാക്കി കാര്യങ്ങൾ അടുത്ത ആഴ്ച നമുക്ക് പഠിക്കാൻ ഇടയായിത്തീരും. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായം 3-ാം വാക്യം, ഫിലിപ്പി ലേഖനം 3-5 നമ്മൾ വായിച്ചാൽ നമുക്കറിയാം പൗലൂസിന്റെ യഹൂദ പശ്ചാത്തലത്തെ കുറിച്ച് വ്യക്തമാക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വേദഭാഗങ്ങളാണ്. അപ്പോസ്തല പ്രവൃത്തി ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 20 വേഴ്സ് 3 ആൻഡ് ഫിലിപ്പിയൻ ചാപ്റ്റർ 3 വേഴ്സ് 5. ഈ രണ്ട് പ്രധാനപ്പെട്ട വാക്യങ്ങൾ പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 21-39 വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവൻ ജനിച്ചത് തർസോസിലാണ്, കിലിക്കയിലെ തർസോസ്. അതുകൊണ്ട് തർസോസുകാരൻ എന്ന് തന്നെ അറിയപ്പെട്ടു. നമുക്കറിയാം കിലിക്കിയ അല്ലെങ്കിൽ തർസോസ എന്ന് പറയുന്ന ഈ പട്ടണം രക്താംബരം അഥവാ ചുമപ്പ് വസ്ത്രങ്ങൾ, പർപ്പിൾസ് അഥവാ ചുമപ്പ് വസ്ത്രങ്ങളൊക്കെ നെയ്ത് ആഡംബരത്തോടു കൂടി, അല്ലെങ്കിൽ അതിനു വേണ്ടി അത് നെയ്ത്തുകാരുടെ ഒരു ഗ്രാമം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്തരത്തിൽ രക്താംബരം ഉണ്ടാക്കുന്ന, ഈ ചുമപ്പ് വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുടെ സങ്കേതമായിരുന്നു അവിടെ. മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു തുറമുഖ പട്ടണം കൂടിയായിരുന്നു ഈ തെർസോസ് അഥവാ കിലിക്കയുടെ നഗരി എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നും കച്ചവട കാര്യങ്ങൾക്ക് വേണ്ടി കടന്നു വരുന്ന ആളുകൾ ഈ തുറമുഖ പട്ടണത്ത് എത്തിപ്പെടുകയും പ്രധാനമായി ഇവിടെ ഉണ്ടാക്കുന്ന ഈ രക്താംബരം സ്വീകരിക്കാനും വാങ്ങിക്കാനും അതിനെ ക്രയവിക്രയം ചെയ്യാൻ, കൊടുക്കുകയും വാങ്ങുകയും ചെയ്യാൻ വേണ്ടിയുള്ള ബിസിനസ് പർപ്പസിന് വേണ്ടി ധാരാളം ആളുകൾ അവിടേക്ക് വരിക പതിവായി. ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ ആളുകൾ, നമുക്കറിയാമല്ലോ, ഇന്ത്യയിലേക്ക് കച്ചവടത്തിന് വന്ന ആളുകളാണ് പിന്നീട് ക്രൈസ്തവ വിശ്വാസവും വിശ്വാസ പ്രമാണങ്ങളും കൊണ്ടുവരികയും അതിനുശേഷം ഈ മിഷണറിമാരുടെ ആഗമനമൊക്കെ നമുക്കറിയാം. അപ്പം ആദ്യം ഇവർ കച്ചവടത്തിന് വരികയും അങ്ങനെ വരുന്ന ആളുകൾ ഇവിടേക്ക് അവരുടെ വിശ്വാസത്തിന്റെ ഒരുപാട് ചിന്താധാരകൾ കൊണ്ടുവന്ന് ഇവിടെ
അവർ അതിനുവേണ്ടി ആ പട്ടണത്തെ ഉപയോഗിക്കാൻ ഇടയായി തീർന്നു. ശ്രദ്ധിക്കണം ഇനി. അപ്പം താൻ ജനിച്ച ഇടമെന്ന് പറയുന്നത് വൈവിധ്യമാർന്ന സംസ്കാരം, വൈവിധ്യമാർന്ന ഭാഷ, വൈവിധ്യമാർന്ന ആശയങ്ങൾ, ചിന്തകൾ, വിശ്വാസങ്ങളുടെയൊക്കെ സമ്മിശ്രമായിരിക്കുന്ന ഒരു കേന്ദ്രമായിരുന്നു. അപ്പം ഇവിടെ അതോടൊപ്പം തന്നെ അവിടെ പ്രബലമായി തന്നെ സ്വാധീനിക്കുകയും അവിടെ ഉണ്ടായിരുന്ന യഹൂദ മതം. താൻ പ്രവൃത്തി 22-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം വായിക്കുമ്പോൾ, താൻ ഒരു തർസോസ് പൗരനായിരിക്കുമ്പോൾ തന്നെ സാമ്പത്തികമായി ഉന്നതമായ കുടുംബത്തിൽ പിറന്നതുകൊണ്ട് റോമാം പൗരത്വം സ്വന്തമാക്കിയ വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് കാണാനിടയായി തീരും. ഒന്നെങ്കിൽ തന്റെ പിതാവോ അല്ലെങ്കിൽ തന്റെ കുടുംബത്തിലെ വേണ്ടപ്പെട്ട ഓരോ പിതാമഹന്മാരോ റോമൻ ഗവൺമെന്റിനെ സേവിച്ചതിന്റെ ഫലമായി ആ കുടുംബത്തിന് കിട്ടിയ പദവിയായിരിക്കണം അത്. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് തന്നെ ഒരു റോമാ പൗരന്റെ മൂന്ന് പ്രധാനപ്പെട്ട ബഹുമതികൾ എന്തൊക്കെയാണെന്നറിയാമോ? ഒന്ന്, എല്ലായിടത്തും വിഘ്നം കൂടാതെ സഞ്ചരിക്കാൻ കഴിയും. റോമൻ പൗരനാണെങ്കിൽ എല്ലായിടത്തും ഒരുപോലെ സഞ്ചരിക്കാൻ ആരും തടസ്സപ്പെടുത്തുകയില്ല. നമുക്കറിയാം, നമ്മുടെ കേരളം വിട്ടാൽ വാഹനത്തിനാണെങ്കിൽ പ്രത്യേകം പെർമിഷൻ ചോദിക്കും, ഓൾ ഇന്ത്യ പെർമിറ്റ് ചോദിക്കും. പെർമിറ്റ് ഉണ്ടെങ്കിൽ പെർമിറ്റ് കാണിക്കാൻ പറയും, അല്ലെ? ഓൾ ഇന്ത്യ പെർമിറ്റ് എടുത്ത ആളോട് ചോദിക്കാറുണ്ടോ എന്ന് പറഞ്ഞ പോലെ ഒരു റോമൻ പൗരനാണെങ്കിൽ സഞ്ചാര സ്വാതന്ത്ര്യം തനിക്കുണ്ടായിരുന്നു. രണ്ട്, വിചാരണ കൂടാതെ ശിക്ഷിപ്പാൻ പാടില്ല. ആരെ? റോമൻ പൗരന്മാര്. വിചാരണ കൂടാതെ ശിക്ഷിപ്പാൻ പാടില്ല. ശ്രദ്ധിച്ചേ, വിചാരണ കൂടാതെ ശിക്ഷിപ്പാൻ പാടില്ല. അതിന്റെ റെഫറൻസ് പ്രവർത്തനത്തിന്റെ പുസ്തകം 16-ാം അധ്യായം 37, 22-ന്റെ 26, 25-ന്റെ 10. വിചാരണ കൂടാതെ ശിക്ഷിപ്പാൻ പാടില്ല. ഞാൻ പറയുന്നത് റോമൻ പൗരത്വത്തിൽ അടങ്ങിയിരിക്കുന്ന ബഹുമതികളാണ്. ഒന്ന്, എല്ലായിടത്തും വിഘ്നം കൂടാതെ സഞ്ചരിക്കാം, സഞ്ചാര സ്വാതന്ത്ര്യം. രണ്ട്, ശിക്ഷാ നടപടികളിൽ വിചാരണയില്ലാതെ ശിക്ഷിക്കാൻ പാടില്ല. മൂന്ന്, ശിരച്ഛേദം ചെയ്യാൻ പാടില്ല. ശിരച്ഛേദം ചെയ്യാൻ പാടില്ല. ഇതായിരുന്നു വാസ്തവത്തിൽ ഒരു റോമൻ പൗരന്റെ ബഹുമതികൾ എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ആഴ്ചയിൽ ചിന്തിക്കാം. താൻ ഒരു തീവ്രമായ പരീശനും പരീശന്റെ മകനുമായിരുന്നു എന്നുള്ളതാണ്. പരീശൻ എന്ന പദം ഫാരസിയോസ്, സെറ്റ് എപ്പാർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ഇടങ്ങളിൽ നിന്നും വേർപെട്ടവനാകുക. വാസ്തവത്തിൽ ഇവരുടെ ഈ ഫാരസീസ് അഥവാ ഫാരസിയോസ് എന്ന വാക്കിൽ നിന്നും ഫാരസി വരുന്നു. ഈ ഫാരസിയുടെ അർത്ഥം, ഫാരസീസ് എന്ന് പറഞ്ഞാൽ പരീക്ഷ എന്ന വാക്കിന്റെ അർത്ഥം സെറ്റ് അപ്പാർട്ട് അഥവാ വേർപെട്ടവൻ എന്നാണ്. നമ്മൾ ശരിക്കും പഠിച്ചാൽ ഇവര് വേരുപെട്ട ആളുകൾ. 7 കൂട്ടം പരീക്ഷന്മാരുണ്ട് കേട്ടോ, 7 കൂട്ടം പരീക്ഷന്മാര്. എല്ലാം എന്ന് പറയാൻ സമയമില്ല. ഒറ്റ കാര്യം പറയാം. ഇവര് ന്യായപ്രമാണത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. ന്യായപ്രമാണത്തോട് ഏറെ ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ന്യായപ്രമാണം വിട്ടൊരു കാര്യപരിപാടിക്കും ഇവരുണ്ടാവില്ല. ജീവിതം തന്നെ ന്യായപ്രമാണത്തിന് വേണ്ടി ഹോമിച്ച ആളുകൾ. അതുകൊണ്ട് തന്നെ ഒരു കൂട്ടം ആളുകളാണ് രക്തം ബ്ലീഡിങ് ഫാരസി. ഒരു കൂട്ടം ആളുകളാണ് ബ്ലീഡിങ് ഫാരസി. ഒരു കൂട്ടം ആളുകള് ഉരുളും ഉലക്കയുമായി എന്ന് പറഞ്ഞാൽ വളരെ കാർക്കശ്യത്തോടു കൂടി ന്യായപ്രമാണത്തെ വിശ്വസിക്കുന്ന ആളുകൾ. ഈ ബ്ലീഡിങ് ഫാരസ് എന്ന് പറഞ്ഞാൽ കണ്ണ് കെട്ടി നടക്കുന്ന ആളുകൾ. നമുക്കറിയാമല്ലേ, കണ്ണാടി വെച്ചിട്ട് പോലും കൃത്യമായിട്ട് എനിക്ക് പല കാര്യങ്ങളും കാണാൻ പറ്റുന്നില്ല. അപ്പം കണ്ണ് കെട്ടിയിട്ട് നടന്നു നോക്കിക്കേ. വീട്ടിൽ ചോറ് വെച്ചാൽ കറി വെച്ചാൽ കഴിക്കുന്ന നേരത്ത് കൃത്യമായ കറിയുടെ അളവ്, കറിയുടെ ആ കൂട്ടിന്റെ കളർ അറിയണമെങ്കിൽ കൃത്യമായിട്ട് എനിക്ക് കണ്ണാടി വെക്കണം. അപ്പൊ കണ്ണ് കെട്ടിയിട്ട് ഞാൻ നടക്കുന്ന അവസ്ഥ ആലോചിച്ച് നോക്കി. വീടിനകത്തൂടെ പുറത്തൂടെ ഈ ബ്ലീഡിങ് ഫാരസ് എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ കണ്ണു മൂടിക്കെട്ടി വീടിനകത്തും പുറത്തേക്കും ഇറങ്ങുന്ന ആളുകൾ. അവിടെയും തട്ടി ഇവിടെയും തട്ടി കണ്ട കല്ലിലും മുള്ളിലും കയ്യാലകളിലും മതിലുകളിലും ആളുകളിലും മരത്തിലും ഒക്കെ ഇടിച്ചപ്പോഴും ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഇവരെ കാണുമ്പോൾ ജനം മനസ്സിലാക്കണം, ഇവൻ ന്യായപ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നവനാണ്. അത്രയധികം കാർക്കശ്യമായി നിൽക്കുന്നയാളാണ്. അതുകൊണ്ട് എത്രയോ മറ്റു ലോകത്തു നിന്നും വേർപെട്ട ഒരുത്തനാണ്. ഇങ്ങനെയുള്ള ആളുകളാണ് ഒരു കൂട്ടം ആളുകൾ.
അപ്പം ഞാൻ പറഞ്ഞത്, ഇത്ര തീവ്രമായി ന്യായപ്രമാണത്തിന് വേണ്ടി നിൽക്കുന്ന ഒരുവനായിരുന്നു പൗലോസ്. പൗലോസ് തൻ്റെ പിതാവുമൊക്കെ, തൻ്റെ ഈ പഠനം, തൻ്റെ കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ യഹൂദ പശ്ചാത്തലം നന്നായി തന്നെ സ്വാധീനിക്കുകയും അത് തന്നിൽ ഒരു പുതിയ ചിന്താധാര ഉണ്ടാകാൻ ഇടയായിത്തീർന്നു. രണ്ട് കാര്യം നമ്മൾ പഠിച്ചത്. ഒന്ന്, ഒരു യവനായ പശ്ചാത്തലത്തിൽ നിന്നും ആർജിച്ച അറിവുകളും താൻ ചെയ്തു വന്ന കാര്യങ്ങളും ഒക്കെ പിന്നീട് തനിക്ക് തെറ്റെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അതിനെതിരെ അങ്ങനെയുള്ള ആളുകളെ കൃത്യമായി പറഞ്ഞ് പഠിപ്പിച്ച് ദൈവത്തിനു വേണ്ടി, ക്രിസ്തുവിനു വേണ്ടി നിൽക്കണം എന്നുള്ള അദമ്യമായ തൻ്റെ ആഗ്രഹമാണ് തന്നിൽ ഒരു ദൈവശാസ്ത്ര ചിന്ത ഉടലെടുക്കാൻ രൂപീകൃതമാകാൻ ഇടയായത്. അതോടൊപ്പം തന്നെ കൃത്യമായി തന്നെ സ്വാധീനിച്ച യഹൂദ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം എന്താണെന്ന് കൃത്യമായി അറിവും ബോധ്യമുള്ള, അത് കൃത്യമായി പാലിച്ചു വന്ന പശ്ചാത്തലമുള്ള, പാരമ്പര്യമുള്ള ഒരു കൂട്ടം ഒരു സമൂഹത്തിന് പ്രതിനിധിയായിരുന്ന താൻ ക്രിസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അവരും ഈ തെറ്റായ നയങ്ങളിൽ നിന്നും, ഈ തെറ്റായ പ്രയോഗങ്ങളിൽ നിന്നും, തെറ്റായ ആചാരങ്ങളിൽ നിന്നും, അനുഷ്ഠാനങ്ങളിൽ നിന്നുമൊക്കെ വഴിമാറി ചിന്തിക്കണം എന്നുള്ള ആഗ്രഹം തന്നെ ഒരു പുതിയ ചിന്താധാര കൃത്യമായി ഉടലെടുക്കുവാനും അതിന് വ്യവസ്ഥാപിതമായ അടിസ്ഥാനം ഉണ്ടാക്കാനും താൻ ശ്രമിച്ചു എന്നുള്ളതാണ് തൻ്റെ ചിന്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുന്നു. പൗലോസ്യ ചിന്തകളെ സ്വാധീനിച്ച പശ്ചാത്തലത്തിൽ രണ്ട് കാര്യം പഠിച്ചു നമ്മൾ ഇതിന്റെ പ്രാരംഭത്തിൽ. ഇതിന്റെ ഇതുവരെയുള്ള നോട്ട് ഞാൻ നാളെ PDF ആയിട്ട് ഇടുന്നതായിരിക്കും. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ആദ്യത്തെ ക്ലാസ് ആണല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനും 5 മിനിറ്റ് കഴിഞ്ഞു, മുമ്പ് കഴിഞ്ഞു. അപ്പം എന്തെങ്കിലും ചോദിക്കാനും പറയാനുണ്ടെങ്കിൽ എൻ്റെ നമ്പറുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് അത് ഷെയർ ചെയ്യാം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഞാൻ ലളിതമായിട്ടൊക്കെ പറയാനുള്ള ശ്രമം നടത്താം, സ്പീഡ് കുറയ്ക്കാം, ഒക്കെ ചെയ്യാം. കാരണം നമ്മൾ 1 മണിക്കൂർ ചുമ്മാ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളുടെ സമയങ്ങളും നിങ്ങളുടെ എല്ലാ കാര്യപരിപാടിയും മാറ്റി വെച്ചിട്ടാണ് ഇതിനു വേണ്ടി ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കാര്യമായിട്ട് കൃത്യമായി ഗ്രഹിക്കണം എന്നുള്ളത് കൊണ്ട് അങ്ങനെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ തുറന്നു പറയാം, ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ചോദിക്കാം. നമ്മളിത് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. മറ്റ് സബ്ജക്റ്റുകൾ പഠിക്കുന്ന പോലൊരു ആത്മീയ ഉണർവോ ഉത്തേജനമോ ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ. ഇതിനകത്ത് നമ്മൾ ചരിത്രമാണ് പഠിക്കുന്നത്, നമ്മൾ ചിന്തകളാണ് പഠിക്കുന്നത്. അതുകൊണ്ട് നിന്നെയും കൊല്ലും ഞാനും ചാവെന്നും പറഞ്ഞ് ഉള്ള പരിപാടി നമ്മളില്ല. അപ്പം ദൂത വെളിപ്പാട് വ്യാഖ്യാനങ്ങൾ ഒന്നുമില്ല. ഞാൻ പറയുന്നതാണ് ദൂത്, ഞാൻ പറയുന്നതാണ് വ്യാഖ്യാനം, ഞാൻ പറയുന്നതാണ് വെളിപ്പാട്, നിങ്ങൾ പറയുന്നതാണ് ദൂതും വെളിപ്പാടും വ്യാഖ്യാനമൊക്കെ. നമ്മൾ ഒന്നിച്ച് പഠിക്കുന്നതും പറയുന്നതുമാണ് ഇതെല്ലാം കേട്ടോ. അതുകൊണ്ട് ഇതിന് ആത്മീയ വർധനം ഇല്ലെന്നുള്ളതല്ല ഞാൻ പറയുന്നത്. നമ്മൾ ചരിത്രമാകുമ്പോൾ ഒരു പക്ഷേ നമുക്ക് എന്ത് ചെയ്യും, കുറച്ചൊക്കെ ബോറടിക്കും. ഇതൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതും പഠിക്കേണ്ടത് ആവശ്യമാണ്. മനസ്സിലായോ? അപ്പം ലേഖനങ്ങൾ നന്നായി, പുസ്തകങ്ങൾ നന്നായി വായിക്കുക. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നന്നായി പുസ്തകം വായിക്കുക. മലയാളം നന്നായി വായിക്കണം, ഇംഗ്ലീഷ് നന്നായി വായിക്കണം, പുസ്തകം നന്നായി വായിക്കണം. ബൈബിളും മനോരമ മാത്രം വായിച്ചു കഴിഞ്ഞാൽ പോരാ. മനസ്സിലായോ? ബൈബിളും മനോരമ മാത്രം വായിച്ചാൽ പോരാ, പുസ്തകങ്ങൾ നന്നായി വായിക്കണം. എന്നാലേ നമുക്ക് ഭാഷ ഉണ്ടാകത്തുള്ളൂ, അർത്ഥം ഉണ്ടാകത്തുള്ളൂ, വാക്കുണ്ടാകത്തുള്ളൂ, കാര്യം മനസ്സിലാകത്തുള്ളൂ. ഇംഗ്ലീഷും അറിയാവുന്ന ആളുകൾ നന്നായി വായിക്കണം. ഞാൻ ഇന്ന് ലൈബ്രറി, എനിക്ക് മെമ്പർഷിപ്പ് ഉള്ള ആൾ, ഈ നിങ്ങൾ ചിന്തിക്കുക, ഗൂഗിളൊക്കെ ഇഷ്ടം പോലെ ഉള്ളപ്പോൾ ഈ ലൈബ്രറിയിൽ പോയി പുസ്തകം എടുത്ത് വായിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കും. വായിക്കണം, നന്നായി വായിക്കണം. നമുക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടുന്നവർക്ക് വായിക്കണം. അന്നേരം നമുക്ക് ഇതൊക്കെ ഗ്രഹിക്കാൻ പറ്റുള്ളൂ. നിങ്ങളെല്ലാവരുടെയും സഹകരണത്തിന് നന്ദി. സന്തോഷം ഉണ്ടെങ്കിൽ ഒന്ന് വേവ് ചെയ്യാമോ? ഒന്ന് സ്വന്തം പറയാമോ? ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി. ലാലിച്ച ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങളെ ഒരുപക്ഷെ ഷാജൻ സാറിന്റെ മലയാളമൊക്കെ കേട്ട് കാണും. താനൊരു സാഹിത്യകാരനാണ്, എഴുത്തുകാരനാണ്. അനേക ഗാനങ്ങളൊക്കെ താൻ രചിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ബൈബിൾ കോളേജിന്റെ ഡീനായും താൻ പ്രവർത്തിക്കുന്നു. വളരെ പ്രശസ്തമായ നീങ്ങിപ്പോയി എൻ ഭാരങ്ങൾ എന്നുള്ള പാട്ട് രചിച്ചത് പ്രിയ ഷാജൻ സാറാണ്. എനിക്ക് അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞാൻ അല്പം ബുദ്ധിമുട്ടിലായിപ്പോയി. അതുകൊണ്ടാണ് ജോയിൻ ചെയ്യാൻ ലേറ്റ് ആയത്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഇന്ന് രാത്രിയിൽ ക്ലാസ് കണ്ടക്ട് ചെയ്ത ഷാജൻ പാറക്കടവലിനോടുള്ള നന്ദി അറിയിക്കുന്നു. ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിക്കുന്നു. അദ്ദേഹത്തിന്റെ മലയാളം ഇച്ചിരി കഠിനമാണെന്നൊക്കെ പലരും പറഞ്ഞു, അതൊക്കെ മനസ്സിലാകും. ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. അദ്ദേഹത്തിന്റെ എല്ലാ ദിവസത്തെ ക്ലാസ്സുകൾ അദ്ദേഹം ഓരോ PDF ആക്കി നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. നാളത്തെ നമ്മുടെ പ്രോഗ്രാം, നാളെ ചാപ്പൽ സർവീസ് ആണ്. എല്ലാ ബൈബിൾ കോളേജിലും നടക്കുന്നത് പോലെ ചാപ്പൽ സർവീസ് ആണ്. ഇത്രയും ദിവസം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു.
നാളെ നിങ്ങളുടെ അനുഭവങ്ങള്, സാക്ഷ്യങ്ങള്, പാട്ടുകള് നിങ്ങൾക്ക് ദൈവനാമത്തിന് വേണ്ടി എപ്രകാരം നിങ്ങളെയൊക്കെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഓരോരുത്തരെ പരിചയപ്പെടുവാനും, നിങ്ങളെ ഒന്നും ഇപ്പൊ ഞങ്ങൾക്ക് പരിചയമില്ല, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുവാനും, നാളെ നമ്മുടെ മിനിസ്ട്രിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ദിവസങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളാണ് നാളെ നടക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ എല്ലാവരും പാടാനും സാക്ഷി പറയാനും പ്രബോധിപ്പിക്കാനും ഒക്കെ ഉള്ള ദൈവമക്കളാണ്. കാരണം കൂടുതലും പേര് സുവിശേഷകരുടെ വൈഫുമാരും സുവിശേഷകരും ഒക്കെയാണ്. എന്നാൽ ഞങ്ങൾക്ക് കുറച്ചു പേര് തരിക, അതിനകത്തുനിന്ന് സെലക്ട് ചെയ്ത് കുറച്ചു പേർക്ക് നാളത്തെ ആദ്യത്തെ ചാപ്പൽ സർവീസിൽ നമുക്ക് അവസരം ഉണ്ടായിരിക്കുന്നതാണ്. എന്റെ നമ്പർ അറിയാമല്ലോ, ഞങ്ങളെ അറിയിക്കുക, പേഴ്സണലായിട്ട് അറിയിക്കുക. അപ്പോൾ നമ്മൾ അതനുസരിച്ച് പ്രോഗ്രാം തയ്യാറാക്കി ഓരോരുത്തരെ അറിയിക്കുന്നതാണ്. നാളെ വൈകിട്ട് 1 മണിക്കൂർ നേരത്തെയാണ് നമ്മുടെ ചാപ്പൽ സർവീസ്. നാളെ ഇന്ത്യൻ ടൈം 8 മണിക്ക് നമ്മുടെ ചാപ്പൽ സർവീസ് തുടങ്ങുന്നതാണ്. അതിനകത്ത് പാട്ടുകൾ കാണും, സാക്ഷ്യങ്ങൾ കാണും, പ്രബോധനങ്ങൾ കാണും. അപ്പൊ അതിന് അന്ന് പറഞ്ഞ് ആരും ജോയിൻ ചെയ്യാതിരിക്കരുത്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുവാനൊക്കെയുള്ള സമയമാണ്. നിങ്ങൾ കാണിക്കുന്ന എല്ലാ സഹകരണത്തിനും നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ പറഞ്ഞാട്ടെ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം? ശോഭ സിസ്റ്റർക്ക് എന്തോ ഉണ്ടോ? യവന ഭാഷയുടെ ഇംഗ്ലീഷ് ഗ്രീക്ക് ആണോ? അല്ലല്ലോ, എനിക്ക് മനസ്സിലായില്ല. യവന ഭാഷയുടെ ഇംഗ്ലീഷില് ഓക്കെ, സബ്ജക്റ്റുമായിട്ടുള്ള വ്യത്യാസം. യവന ഭാഷ സാറേ, ഹെലനൈസേഷൻ, അത് യവനവൽക്കരണം എന്നതിന്റെ അർത്ഥം. അത് ഇംഗ്ലീഷാണേ. താങ്ക് യു. ഓക്കെ, എല്ലാവർക്കും നന്ദി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമോ ഇത് സംബന്ധിച്ച്, ചാപ്പൽ സർവീസ് സംബന്ധിച്ച് എന്തെങ്കിലും